കൃപായുഗവും യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവും എന്ന വിഷയത്തെ പഠനമാക്കിക്കൊണ്ട് 3-ാം വോളിയം VCD പഠനം തുടരുന്നു. നമ്മൾ 2-ാം വോളിയം വിഷയമാക്കിയത് ഈ കൃപായുഗത്തിൽ അഥവാ ഈ സഭായുഗ കാലയളവിൽ ക്രിസ്തു എപ്രകാരമായിരിക്കുന്നു, ക്രിസ്തുവിൻ്റെ മഹത്വം എത്രത്തോളം വലുതാണ് എന്ന വിഷയത്തെ വിശദീകരിക്കുകയായിരുന്നു. ഈ ചാർട്ടിൻ്റെ സഹായത്തോടു കൂടെ നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് വരാം. നേരത്തെ നമ്മൾ കണ്ട അതേ ചാർട്ടിൽ തന്നെ ചെറിയൊരു ആവർത്തനം ഇവിടെ ശ്രദ്ധിക്കൂ. ഈ സഭയുടെ ഉത്ഭവം എവിടെയാണ് എന്നുള്ളത് വേൾഡ് മാപ്പിൻ്റെ കേന്ദ്രഭാഗം നിങ്ങൾ വീണ്ടും ശ്രദ്ധിക്കുക. ആ കേന്ദ്രഭാഗം മെഡിറ്ററേനിയൻ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗം ഇവിടെ വേർതിരിച്ച് കാണിക്കുന്നു. മെഡിറ്ററേനിയൻ സമുദ്രത്തിൻ്റെ വടക്ക് ഈജിയൻ കടലിനോട് ചേർന്ന് കിടക്കുന്ന കരിങ്കടൽ, ആ കരിങ്കടലിനും ഈജിയൻ കടലിനും മധ്യധരണിയാഴി കടലിനും ഇടയിൽ ഉപദ്വീപ് പോലെ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഏഷ്യ മൈനർ. ഈ ഏഷ്യ മൈനറിൽ അടുത്തടുത്തായി കിടക്കുന്ന 7 പട്ടണത്തിലെ അതിപ്രധാനപ്പെട്ട 7 സഭകളാണ് കൃപായുഗത്തെ പഠന വിഷയമാക്കിക്കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് മടങ്ങി വരാം. വെളിപ്പാട് പുസ്തകം 2ഉം 3ഉം അധ്യായങ്ങളാണ് കൃപായുഗത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ സഭായുഗം എന്ന് പറയുന്ന പരിശുദ്ധാത്മ യുഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. ഈ 2-3 അധ്യായം എന്തിനെ കാണിക്കുന്നു, എന്താകുന്നു എന്നുള്ളത് 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻനിലവിളക്കിൻ്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നുവെന്നും 7 നിലവിളക്ക് 7 സഭകൾ ആകുന്നുവെന്നും സഭാനാഥനായ ക്രിസ്തു തന്നെ കൽപ്പിച്ചിരിക്കുന്നു. ഈ ചാർട്ടിൽ അതിപ്രകാരമാണ്. ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം കഴിഞ്ഞു, മരിച്ച ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് 40-ാം നാൾ സ്വർഗാരോഹണം ചെയ്തു. 50-ാം ദിവസം കൊടിയ മുഴക്കത്തോടുകൂടെ തൃത്വത്തിൽ മൂന്നവനായ പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ ഭൂമിയുടെ മധ്യത്തിൽ മനുഷ്യരുടെ ഇടയിലേക്ക് അയച്ചു. സെഹ്യോൻ മാളിക മുറിയിൽ കൂടിയിരുന്ന 120 പേർ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവരായി ആദ്യം യെരുശലേമിലും പിന്നെ യഹൂദ്യയിലും ശമരിയിലും പിന്നെ ഭൂമിയുടെ അറ്റത്തോളവും കർത്താവിൻ്റെ സാക്ഷികളായി തീർന്നു. മാർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൽ ശിഷ്യഗണങ്ങളോട് അരുളി ചെയ്തതിന് പ്രകാരം നിങ്ങൾ ലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിപ്പേൻ. സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തുവിൻ്റെ കാൽവെല്ല മരണം ആർക്ക് വേണ്ടിയായിരുന്നു? എന്നാൽ സകല ഭൂതല മാനവരാശിയുടെയും പാപങ്ങൾക്ക് പാപപരിഹാരം വരുത്തിയ ശേഷം അവൻ മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു വന്നും സ്വർഗത്തിൽ പോയവനായ ക്രിസ്തുവിനെ നിങ്ങൾ കണ്ടതുപോലെ അവൻ ഭൂമിയിലേക്ക് വീണ്ടും സഹസ്രാബ്ദ വാഴ്ചയ്ക്കായി വരുമെന്നുമുള്ളതായ സന്ദേശം ക്രിസ്തു അറിയിച്ചുറപ്പിച്ചു. അതിനു മുമ്പ് ഭൂമിയിൽ സകല ജാതികളും ഭാഷക്കാരും വംശക്കാരും ക്രിസ്തുവിനെ ക്രിസ്തുവായി അംഗീകരിച്ച്, കർത്താവും ദൈവമായി അംഗീകരിച്ച് ക്രിസ്തുവിൽ കൂടെ നിത്യജീവനായി അവകാശികളായി തീരണം എന്നുള്ളതായ സദ്വർത്തമാനമാണ് കർത്താവാദ്യം അറിയിക്കുന്നത്. നിങ്ങൾ ലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും. അപ്പോൾ വിശ്വാസം, മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മാഭിഷേകം, ഉപദേശം കേൾക്കുക, കൂട്ടായ്മ ആചരിക്കുക എന്നീ വിവിധങ്ങളായ ഉപദേശങ്ങൾ ദൈവസഭയുടെ കാതലായ ഭാഗങ്ങളാണ്. അത് ക്രിസ്തു അറിയിച്ചതിന് പ്രകാരം തന്നെ യെരുശലേമിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആരംഭിച്ച ക്രൈസ്തവ സഭയാണ് ആദ്യ സഭ. ആ സഭയുടെ പ്രത്യേകത എന്താണ്? ഒന്നാമത് പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യ അഭിഷേകം, ആ നിറവ് അവർക്ക് അനുഭവപ്പെട്ടു. മറ്റൊന്ന്, അതിന് പ്രത്യക്ഷ അടയാളമായി വിവിധ ഭാഷകളിൽ ദൈവത്തോട് വൻകാര്യങ്ങൾ വിളിച്ചു പറയുവാൻ തുടങ്ങി, പ്രവചിക്കുവാൻ തുടങ്ങി. അവർ ദർശനം കാണുവാൻ തുടങ്ങി, വെളിപ്പാടുകൾ കാണുന്ന വിളിച്ചു പറയുവാൻ തുടങ്ങി.
രോഗികൾക്ക് സൗഖ്യം വരുത്തി, ഭൂതാത്മാക്കളെ പുറത്താക്കി, അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തി. ഇത് അന്ന് പരിശുദ്ധാത്മാവ് നിറവിൽ അപ്പോസ്തലന്മാരും പിന്നത്തേതിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം കൈക്കൊണ്ടവരുമായവർ പ്രവർത്തിച്ചു തുടങ്ങിയതായ ആ പ്രവർത്തനം അന്നു മുതൽ ഇന്നയോളം തുടരുന്നു. ഇതുവരെ അത് മുടങ്ങിയിട്ടില്ല. ഇത് പരിശുദ്ധാത്മയുഗമാണ്. അതേക്കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് 7 പൊന്നില വിളക്ക് 7 സഭകളാകുന്നു. ഈ ദർശനം കിട്ടുന്ന AD 92-95 മുതലുള്ള ആ കാലയളവിലും 7 സഭകളല്ല, 770 ഇസ്രയേൽ മുതൽ അന്ത്യോക്യ, സിറിയൻ അന്ത്യോക്യ, ഫിസിത്തിൻ അന്ത്യോക്യ, ഏഷ്യ മൈനർ, അതിനപ്പുറം റോമ പട്ടണം വരെയും ഏകദേശം 2500 മൈലുകൾക്കപ്പുറം വരെ പെന്തക്കോസ്തിൻ്റെ അനുഭവത്തിൻ്റെ തീനാളങ്ങളായി ദൈവമക്കൾ നിറഞ്ഞിരുന്നു. ധാരാളം ദൈവസഭകൾ, കൂട്ടായ്മകൾ അവിടെ ഉടലെടുത്തു. എന്നാൽ ഇവിടെ 7 കൊണ്ട് പരിമിതപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? എന്താണെന്നതിൻ്റെ അർത്ഥം? ചരിത്രകാരന്മാരായ വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറയട്ടെ. ഇവിടെ ഈ ചാർട്ടിൽ കണ്ടതുപോലെ ഭൂമിയുടെ മധ്യധരണിയാഴി എന്ന് പറയുന്നതായ ആ സമുദ്രത്തിൻ്റെ വടക്ക് ഈജിയൻ കടലിനോടും കിഴക്ക് വടക്കായി കിടക്കുന്ന കരിങ്കടലിനോടും ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് ഏഷ്യ മൈനർ. ഈ ഏഷ്യ മൈനറിൻ്റെ പ്രധാനപ്പെട്ട 7 പട്ടണങ്ങളാണ് എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്ന് പറയുന്നതായ പട്ടണങ്ങൾ. ആ പട്ടണങ്ങളുടെ പ്രധാന കവാടത്തിൽ സ്ഥിതി ചെയ്തിരുന്നായ 7 സഭകളാണ് യോഹന്നാൻ അപ്പോസ്തലൻ്റെ ചുമതലയിൽപ്പെട്ട സഭകൾ. ആ 7 സഭകളുടെയും ശ്രദ്ധയിൽ യോഹന്നാൻ അപ്പോസ്തലൻ ആവോളം അധ്വാനിച്ചു. ആ സമയത്ത് ധാരാളം പീഡകളുമുണ്ടായി. ആ പീഡകളിൽ ദൈവമക്കൾ വളരെ വളരെ ദയനീയമായ നിലയിൽ അവിടെ കൊല്ലപ്പെട്ടു, അഥവാ രക്തസാക്ഷികളായി തീർന്നു. അക്കൂട്ടത്തിൽ അപ്പോസ്തലന്മാരെയും രക്തസാക്ഷികളാക്കി. അപ്പോസ്തലനായ യോഹന്നാനെയും കൊല്ലുവാൻ വേണ്ടി വളരെയധികം ശ്രമിച്ചു. പക്ഷേ സാധാരണ രീതിയിൽ മനുഷ്യർ കൊല്ലും പോലെ അതിൻ്റെ വഴികളിൽ കൂടെ കടത്തിവിട്ടിട്ടും അതിൽ മരണം കാണാത്ത യോഹന്നാൻ അവിടുത്തെ ഡൊമിഷ്യൻ ചക്രവർത്തിയുടെ കൽപ്പനയാൽ പത്മോസ് എന്ന ഈജിയൻ കടലിൻ്റെ നടുവിലേക്ക് അവനെ അയക്കുകയാണ്. അവിടെ വച്ച് താൻ കാണുന്ന ദർശനത്തിൽ സഭയുടെ തലയായ ക്രിസ്തു പറയുന്നു, യോഹന്നാനെ, നീ നിൻ്റെ ശ്രദ്ധയിലുള്ള അധികാരപരിധിയിലുള്ള ഏഷ്യ മൈനറിൻ്റെ 7 സഭകളെക്കുറിച്ചുള്ള ചിന്താഭാരത്തിലാണ്. ആ സഭകളുടെ എന്ന് പറഞ്ഞാൽ സഭയിലെ വിശ്വാസികളുടെ ഭാവി എന്താണെന്ന് കൂടി ഞാൻ അറിയിക്കാം. നീ ബിഷപ്പായിരിക്കുന്ന സഭയുടെ അധ്യക്ഷനായിരിക്കുന്ന സഭയാണ് എഫെസോ സഭ. ആദ്യം എഫെസോ സഭയ്ക്ക് തന്നെ ദൂതെഴുതുക. അങ്ങനെ എഫെസോസ് തുടങ്ങി ഏഷ്യ മൈനറിലുള്ള 7 സഭകൾക്കും ദൂത് കൊടുക്കുക. മറ്റൊരു കാര്യം പറഞ്ഞാൽ ഈ 7 സഭകളും സ്വയം പര്യാപ്ത പ്രാദേശിക സഭകളാണ്. ആ ഓരോ സഭകൾക്കും ദൂത് കൊടുക്കുമ്പോൾ ഉപദേശമുണ്ട്, അതിൻ്റെ ആക്ഷേപമുണ്ട്, ബുദ്ധിപദേശമുണ്ട്. ഇത് അന്താത് കാലഘട്ടത്തിലുള്ള ആ സഭയ്ക്ക് വേണ്ടി മാത്രമല്ല, ആ സ്ഥല സഭയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അന്നു മുതൽ ഇന്ന് വരെയുമുള്ള ഭൂതലത്തിലെ സകല മാനവരാശിയുടെ എന്ന് പറഞ്ഞാൽ വിശ്വാസികളായ സകലർക്കുമുള്ളതായ ഉപദേശമായി കൈക്കൊള്ളണം എന്നാണ് അതിനകത്തെ ദൂതകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. യോഹന്നാനോട് പറയുമ്പോൾ ഏഷ്യ മൈനറിലെ 7 സഭകൾക്ക് ദൂതെഴുതുക. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് 7കളുടെ പുസ്തകം. ഉദാഹരണം പേര് നോക്കൂ. 7 ദൈവത്തിന് പൂർണ്ണസംഖ്യയാണ്, 6 മനുഷ്യന് പൂർണ്ണസംഖ്യയാണ്. 7 ദൈവത്തിൻ്റെ പൂർണ്ണസംഖ്യ ആയതുകൊണ്ടാകാം ദൈവത്തിൻ്റെ സകല ദിവ്യ പരിപാടികളുടെയും കാലക്കണക്കുകൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾ 7 ഏഴുകളായി വിഭജിച്ചിരിക്കുന്നു. ഇവിടെ കണ്ടോ 7 പൊന്നല വിളക്ക്. 7 പൊന്നല വിളക്കുടെ നടുവിൽ നിൽക്കുന്ന ക്രിസ്തുവിനെ ശ്രദ്ധിക്കൂ. വലങ്കരത്തിൽ 7 നക്ഷത്രം 7. പിന്നെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ
വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതൽ തുടർന്ന് 22 വരെയുള്ള അധ്യായങ്ങൾ ശ്രദ്ധിക്കുമ്പോഴും പ്രധാന വിഷയങ്ങളെ 7 ഏഴുകളായിട്ട് അവിടെ വിഭജിച്ചിരിക്കുന്നതായി കാണാം. 6-ാം അധ്യായത്തിൽ 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ടതായ ഒരു പുസ്തകം. പിന്നെ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ 7 കാഹളങ്ങളെക്കുറിച്ചുള്ള ഒരു വിശദീകരണം. ഇവിടെ മഹാപീഡനം അവസാനിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ 7 ക്രോധകലശങ്ങളെക്കുറിച്ചുള്ളതായ വിശദീകരണം. വെളിപ്പാട് പുസ്തകം അധ്യായമായ 12, 13 അധ്യായങ്ങൾ വരുമ്പോൾ തീ നിറമുള്ള ഉപായത്തോടുകൂടെ ചതിയോടുകൂടെ വരുന്നതായ ഒരു അഗ്നിസർപ്പം, 7 തലയുണ്ട്, 7 തലയോടുകൂടെ. വീണ്ടും ഇവിടെ 13-ാം അധ്യായത്തിൽ സിംഹത്തിൻ്റെ തലയോടുകൂടിയ 7 തലയുള്ള ഒരു മൃഗം. ഇവിടെ 17-ാം അധ്യായത്തിൽ മഹതിയാം ബാബിലോൺ എന്ന് പറയുന്ന ഒരു മൃഗത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെയും 7 തലയുള്ളതായ ഒരു മൃഗത്തെക്കുറിച്ച് പറയുന്നു. ഇതല്ലാതെ തന്നെ മറ്റ് പല വിഷയങ്ങളും 7 ഏഴുകളായിട്ട് ഇതിനകത്ത് പഠന വിഷയമാക്കിയിട്ടുണ്ട്. 7 ദൂതന്മാർ ന്യായവിധിയുടെ 7 കാഹളമായി നിൽക്കുന്നു. അങ്ങനെ 7 ഏഴുകളായി ഇതിനകത്ത് വിഭജിച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നതായ സഭകളെക്കുറിച്ചുള്ളതായ വിവരണത്തിൽ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് എഫെസോസ്, മുർന്ന, പെർഗമോസ്, ത്വയത്തേര എന്ന് പറയുന്നതായ സഭകളെക്കുറിച്ചുള്ള പഠനത്തിൽ 7 പൊന്നില വിളക്കുകളുടെ നടുവിലെ ക്രിസ്തു, ആ പൊന്നില വിളക്കുകളുടെ അർത്ഥം മറ്റൊരു രൂപത്തിൽ പ്രതീകാത്മക ചിത്രത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എഫെസോസ്, അവിടെ ആ ദൂതൽ പറയുന്ന അർത്ഥത്തോട് കൂടിയതായ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്മുർണ, പെർഗമോസ്, തുയറ്റൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക. എഫെസോസ് കാലയളവെന്ന് പറയുന്നത് അപ്പോസ്തലന്മാരുടെ പ്രവർത്തന കാലയളവാണ്. AD 70 മുതൽ 170 വരെയുമുള്ള കാലഘട്ടം. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി ദൈവകൃപയുടെ നിറവിൽ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ, പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യമായ സന്തോഷത്തിൽ മുഖപ്രസാദത്തോടുകൂടെ ജീവിച്ചതായ വിശ്വാസികൾ അപ്പോസ്തലന്മാർ. അവർക്കുള്ള സ്വത്തുകൾ സ്വന്തമൊന്നും ആരും കരുതാതെ പാവപ്പെട്ടവന് അർഹരായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഈ വസ്തുവകകൾ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ ആ ദ്രവ്യം കൊണ്ട് വിൽക്കുകയും ആ ദ്രവ്യം അർഹരായ വിശ്വാസികൾക്ക് പങ്കിട്ട് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അക്കൂട്ടത്തിൽ ഓർമ്മയിൽ വരുന്ന ഒരു കാര്യം കേൾക്കുന്നവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, അനന്യാസും സബീറയും എന്ന് പറയുന്ന ഒരു വിശ്വാസി കുടുംബം അവർക്കുള്ള വസ്തുവകയിൽ ഒരു ഭാഗം വിറ്റു. ആ വിറ്റതിൻ്റെ കുറച്ച് ഭാഗം മറച്ചു വെച്ചിട്ട് ഒരു ഭാഗം കൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ അല്ലെങ്കിൽ പത്രോസിൻ്റെ കാൽക്കൽ വെച്ചപ്പോൾ, സമർപ്പിച്ചപ്പോൾ നല്ല കാര്യമാണ് ചെയ്തതെങ്കിലും ആ ചെയ്തതിൽ ഒരു വ്യാജം കാണിച്ചതുകൊണ്ട് പരിശുദ്ധാത്മാവിന് ഇഷ്ടം വന്നില്ല. അവരെ ബാലശിക്ഷയാകുന്ന മരണത്തിലേക്ക് മാറ്റി. അത് പ്രവർത്തനത്തിൻ്റെ ആദ്യ നാളുകളിലുള്ളതായ പവിത്രതയോടുകൂടെയുള്ളതായ ആരാധനയുടെയും ജീവ നടപ്പിൻ്റെ ഒരു ഭാഗമായി മനസ്സിലാക്കാം. എന്നാൽ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ എഫെസോസ് എന്ന ആ പേരിൻ്റെ അർത്ഥം തന്നെ പിന്മാറ്റ സഭ, അയഞ്ഞ സഭ, ലൂസായ സഭ എന്നാണ്. ദൈവകൃപയിൽ നിന്നും അന്യാധീനപ്പെട്ടു. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടു. അപ്പോസ്തലന്മാരെക്കുറിച്ച് അവിശ്വാസമുണ്ടായി. ദൈവമക്കളുമായി തമ്മിലുള്ള സ്നേഹബന്ധത്തിന് മാറ്റം വന്നു. അങ്ങനെ ദൈവികമായ നടത്തിപ്പുകൾ, ദൈവികമായ ആരാധനകൾ, കൊടുക്കൽ വാങ്ങുകൾ, സമർപ്പണം, ഇതിനൊക്കെയും വലിയ മാറ്റം, അയവ് വന്നപ്പോൾ കർത്താവിന് ഹൃദയത്തിൽ ദുഃഖമുണ്ടായിട്ട് ആ കാലയളവിലുള്ള ആ സഭയോടെന്നതുപോലെ, വിശ്വാസികളെന്നതുപോലെ പറഞ്ഞത്, നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം ഞാൻ നിൽ കാണുന്നുണ്ട്. മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നില്ല എങ്കിൽ നിലവിളക്ക് ആ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടും. നിലവിളക്കെന്ന് പറഞ്ഞാൽ സഭയാണ്. സഭയെന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി എടുത്തു പറയാം. മൂലഭാഷയായ എബ്രായ ഭാഷയിൽ കഹാൽ എന്നാണ് സഭയ്ക്ക് പറയുന്നത്. അത് ഗ്രീക്ക് ഭാഷയിൽ എക്ലീഷ്യ എന്ന് പറയും. എക്ലീഷ്യ എന്ന് പറയുമ്പോൾ ഗ്രീക്ക് ഭാഷയിൽ മറ്റു പദം കൂടി ഉപയോഗിക്കപ്പെടുന്നു, സിനഗോഗ്. സിനഗോഗ് എന്ന് നമ്മളുടെ ഇടയിൽ പറയാറില്ല, പക്ഷേ യഹൂദന്മാരുടെ ഇടയിൽ പ്രാർത്ഥന കൂടിവരവുകൾക്ക് എവിടെയെല്ലാം അവർ സ്ഥലങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ടോ അതിന് സിനഗോഗ് എന്ന് പറയും. പഴയ സിനഗോഗുകൾ ധാരാളം ഇന്ന് മിഡിൽ ഈസ്റ്റുകൾ, പ്രത്യേകിച്ച് ഇസ്രായേൽ കേന്ദ്രീകരിച്ചുള്ളതായ പല സ്ഥലങ്ങൾ കാണുവാൻ കഴിയും. എന്താ എക്ലീഷ്യ എന്നതിൻ്റെ അർത്ഥം?
ജാതികളിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ഗോത്രത്തിൽ നിന്നുമായി ഈ കർത്താവായ യേശുവിനെ കർത്താവും ദൈവവുമായി അംഗീകരിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമായിട്ടുള്ള ഒരു കൂട്ടം, വിശുദ്ധന്മാരുടെ ഒരു കൂട്ടം എന്നതിനർത്ഥം. ആ വിശുദ്ധന്മാരുടെ കൂട്ടത്തെ മൂലഭാഷയായ ഗ്രീക്ക് പദത്തിൽ എക്ലീഷ്യ എന്ന് പറയുന്നുവെങ്കിൽ യേശു എന്ന മണവാളൻ്റെ മണവാട്ടിയുടെ പേരെന്ത്? എക്ലീഷ്യ. യേശു സിംഗിളറായിട്ട് മണവാളൻ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ഭാര്യ പദം അലങ്കരിക്കേണ്ടതായ അവൻ്റെ മണവാട്ടിയായ ഉത്തമ കന്യകയായ ആ സഭയുടെ പേരാണ് എക്ലീഷ്യ. അപ്പോൾ യേശു എന്ന ആത്മമണവാളൻ്റെ മണവാട്ടിയുടെ പേരാണ് എക്ലീഷ്യ. ഇതിനാർക്കും വിരോധിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അത് ഫോളോ ചെയ്യേണ്ടത് ആവശ്യം. അപ്പോൾ AD 70 മുതൽ 170 വരെ തുടർന്ന കാലഘട്ടമാണ് എഫെസോസ് സഭാ കാലഘട്ടം. ചരിത്രപരമായി വേദപണ്ഡിതന്മാർ പറയുന്നതും പഠിപ്പിക്കുന്ന പ്രകാരമാണ്. അത് വിശ്വാസയോഗ്യമായും അംഗീകാരയോഗ്യമായും ധാരാളം ദൈവജനങ്ങൾ, ദൈവമക്കൾ, വേദപണ്ഡിതന്മാർ അനുകരിക്കുന്നു. അത് AD 70 ശേഷം പിന്നത്തേതുള്ളായ സഭാ കാലയളവിനെ സ്മുർണ സഭ, സ്മുർണ കാലഘട്ടം എന്ന് പറയും. സ്മുർണ എന്ന് പറഞ്ഞാൽ കയ്പ് എന്നാണ് അർത്ഥം. പീഡിത സഭ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? മാനസാന്തരത്തിൻ്റെ അനുഭവം കാണുവാൻ കഴിയാതിരുന്നതായ എഫെസോസ് സഭാ കാലയളവിലെ വിശ്വാസികളോട് പറയുന്നു, മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെടാതെ സൽപ്രവൃത്തിക്ക് വേണ്ടി തിരിഞ്ഞു വരാതിരുന്നപ്പോൾ കർത്താവ് തൻ്റെ ബാലശിക്ഷയാകുന്ന വടി കൊണ്ട് ആ കാലയളവിലെ വിശ്വാസികളെ അടിക്കുവാൻ തുടങ്ങി, ഭക്തന്മാരെ അടിക്കുവാൻ തുടങ്ങി, അപ്പോസ്തലന്മാരെ അടിക്കുവാൻ തുടങ്ങി. അത് വലിയ പീഡകളായി മാറി. ആ പീഡ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ഇവിടെ ഞാൻ എഴുതിയ ഗ്രന്ഥത്തിൽ ആ 10 കാലയളവിൽ ചക്രവർത്തിമാരായിരുന്നായ വ്യക്തികളുടെ പേരുകൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാലയളവും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതിപ്രകാരമാണ്: നീറോ ഒന്നാമത്തെ ചക്രവർത്തി AD 54 മുതൽ 67 വരെ. രണ്ടാമത്തെ ഡൊമിഷ്യൻ AD 81 മുതൽ 86 വരെ. മൂന്നാമത്തെ ചക്രവർത്തി ട്രാജൻ AD 98 മുതൽ 117 വരെ. നാലാമത്തെ അന്റോണിയസ് 117 മുതൽ 161 വരെ. അഞ്ചാമത്തവൻ സെവറസ് 195 മുതൽ 211 വരെ. ആറാമത്തത് മാക്സിമൻ എന്ന ചക്രവർത്തി AD 235 മുതൽ 238 വരെ. ഏഴാമത്തവൻ ഡിസ്യൂസ് എന്നാണ്, AD 249 മുതൽ 251 വരെ. എട്ടാമത്തെ ചക്രവർത്തി വലേറിയൻ AD 2054 മുതൽ 260 വരെ. ഒൻപതാമത്തെ ചക്രവർത്തി ഔറേലിയൻ എന്നാണ്, AD 270 മുതൽ 275 വരെയാണ് തന്നെ പറഞ്ഞ കാലഘട്ടം. പത്താമത്തവനാണ് ഡയോക്ലീഷ്യൻ, AD 2084 മുതൽ 305 വരെ. ഇത് എഫെസോസ് സഭ കഴിഞ്ഞ് സ്മുർണ സഭയുടെ കാലഘട്ടത്തിൽ ദൂത് പറയുമ്പോൾ ഇപ്രകാരമാണ് അവിടെ എഴുതിയിരിക്കുന്നത്: നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. അതായത് മരണത്തോളം, മരണമെന്ന അവസാന നിമിഷത്തോളം വിശ്വസ്തനായി രക്തസാക്ഷികളായി തീർന്ന ഒരു വലിയ കൂട്ടം ഭക്തന്മാരെക്കുറിച്ചുള്ള ഒരു പ്രവചനം പ്രവചനാത്മാവിലൂടെ വെളിപ്പെടുത്തുകയാണ്. അത് 10 ദിവസമുള്ളത് 10 ദീർഘ ചക്രവർത്തിമാരുടെ ഭരണകാലഘട്ടത്തിൽ നിരന്തരമായി ഉണ്ടായ പീഡകളെക്കുറിച്ചാണ് പറയുന്നതെന്ന് വിശ്വാസയോഗ്യമായ പഠിപ്പിക്കലുണ്ട്. അത് നമുക്ക് സ്വീകാര്യമാണ്. അടുത്തതായി മൂന്നാമത്തെ സഭ AD 312 മുതൽ 606 വരെയാണ് അതിൻ്റെ കാലഘട്ടം. ആ സഭയുടെ അഥവാ പെർഗമോസ് എന്ന പേരിൻ്റെ അർത്ഥം സ്വൈരണിയായ സഭയെന്ന. ഈ കാലഘട്ടത്തിലാണ് കോൺസ്റ്റന്റൈൻ അതോ കുസ്തന്തീനോസ് ചക്രവർത്തി രംഗപ്രവേശനം ചെയ്യുന്നത്. പീഡിത സഭയ്ക്ക് ആ നിലയിൽ നിന്നും ഒരു വ്യത്യാസമുണ്ടാകുകയും സാക്ഷാൽ ആത്മീയ ക്രൈസ്തവ സഭയെ ഒരു രാഷ്ട്ര മതം പോലെ, രാഷ്ട്രമത ഭാഗമാക്കി മാറ്റിയ ഒരു വ്യക്തിയാണ് കുസ്തന്തീനോസ് ചക്രവർത്തി. ആ കാലഘട്ടത്തിൽ ക്രൈസ്തവ പീഡ കുറഞ്ഞുവെങ്കിലും ആത്മീക നില അധപ്പതിച്ച് വെറും അന്ധകാരത്തിലേക്ക് നീങ്ങുകയും
അങ്ങനെ വിഗ്രഹാരാധനയിലും സാധാരണ ഐഡൽ വർഷിപ്പ് എല്ലാം അവിടെ ആരംഭിക്കുകയും ചെയ്തു. അത് AD 606 വരെ തുടർന്നു. വീണ്ടും നാലാമത്തെ സഭ തുയത്തേര സഭയാണ്. തുയത്തേര എന്ന വാക്കിനർത്ഥം ബലികർമ്മ ശക്തയായ സഭ എന്നാണ്. കുസ്തന്തീനോസ് ചക്രവർത്തിയാൽ ആരംഭിച്ചതായ രാഷ്ട്രമതം വളരെ വളർന്ന് പന്തലിച്ച് ഇന്നത്തെ പോപ്പ് മതം എത്രത്തോളം വർദ്ധിച്ചുവോ അതെല്ലാം ഇതിനകത്ത് വന്നാണ്. ശരീരം ദുർനടപ്പിൽ ഏർപ്പെട്ടാലും പാപം ആത്മാവിനെ ബാധിക്കില്ല എന്നുള്ള സിദ്ധാന്തം വരെ അവരുടെ ഇടയിലുണ്ടായി. അങ്ങനെ ജീവിത വിശുദ്ധിക്ക് യാതൊരു പ്രാധാന്യവുമില്ലാതെ ലോകത്തോടും ലോക മതത്തോടും രാഷ്ട്രത്തോടും ഇണങ്ങിച്ചേർന്നതായ ഒരു കാലയളവായി ക്രൈസ്തവ സഭാ കാലഘട്ടം അങ്ങനെ തുടർന്നു. അത് AD 1520 വരെ തുടർന്നു. അഞ്ചാമത്തെ സഭ സർദീസ് സഭയാണ്. സർദീസ് എന്ന വാക്കിനർത്ഥം നവീകൃത സഭയെന്ന്. നവീകൃത സഭ 1520 മുതൽ 1750 വരെയാണ് അതിൻ്റെ കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് പാപ്പമതം വാരി അണിഞ്ഞിരുന്ന മ്ലേച്ഛതകളുടെയും ദുരുപദേശങ്ങളുടെയും കാപട്യത്തിൽ മൂടുപടങ്ങൾ കൊണ്ട് നിറയപ്പെട്ടതായ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന ഒരു നവീകരണ കർത്താവ്, നവീകരണത്തിന് തീപ്പൊരിയായ ഒരു ഭക്തൻ രംഗത്തേക്ക് വന്നു. ഈ ചരിത്രം അറിയാവുന്ന വ്യക്തികളോട് ഇത് വിശദീകരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വിഷയം ഇതിൻ്റെ വേറൊരു ആത്മീക പശ്ചാത്തലത്തിലേക്ക് വരുവാൻ ആവശ്യമുണ്ട്. മാർട്ടിൻ ലൂതറിൻ്റെ നവീകരണത്തോടുകൂടെ അതുവരെയുമുള്ളതായ ക്രൈസ്തവ സഭയുടെ അന്ധകാരത്തിന് ഒരു മാറ്റം വന്നു. അവയെക്കുറിച്ച് ബൈബിൾ വായിക്കുന്ന ഇപ്രകാരമാണ്: ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട് എങ്കിലും മരിച്ചവനാകുന്നു, ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. അപ്പോൾ ചാകാറായ ശേഷിപ്പിൽ നിന്നും അല്പമായ ശക്തി ലഭിക്കുവാൻ കാരണം മാർട്ടിൻ ലൂതറിൻ്റെ സജീവമായ പ്രവർത്തനമാണ്. അടുത്ത് അവിടെ പറയുന്നത്, ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. മാനസാന്തരം എന്ന് പറയുന്നത് എല്ലാ സഭകളോടും പറയുന്നതായ പ്രത്യേകമായ ദൂത. ആ സർദീസ് സഭാ കാലഘട്ടം AD 1750 വരെ തുടർന്നു. AD 1750 മുതൽ 1960 വരെ തുടർന്ന അടുത്ത സഭാ കാലഘട്ടമാണ് ഫിലദൽഫിയ കാലഘട്ടം. ഫിലദൽഫിയ എന്ന വാക്കിനർത്ഥം സഹോദര സ്നേഹം എന്ന. സഹോദര സ്നേഹം ഇവിടെ മാർട്ടിൻ ലൂതറിനാൽ ഉണ്ടായ നവീകരണ നിമിത്തം ലോകത്തിൽ അങ്ങിങ്ങായി ഉടലെടുത്തതായ ചെറിയ ചെറിയ സംഘടനകൾ, ക്രൈസ്തവ സഭാ സംഘടനകളുണ്ടായി. കുറച്ച് ആത്മീയമായ വെളിച്ചം കണ്ടു. ആ ആത്മീയമായ വെളിച്ചത്തോടുള്ള ബന്ധത്തിൽ ആ കാലയളവിൽ ഉണ്ടായ സഭകളോട് പറയുന്ന ദൂതായിട്ടാണ് ഇവിടെ ഈ ദൂത് നമുക്ക് എടുക്കേണ്ടത്. ആ സഭയെക്കുറിച്ച് ഒരു സ്നേഹബന്ധം, ഒരു ആത്മീയമായ സ്നേഹബന്ധം, നിലനിൽക്കുന്നതായ നല്ല നല്ല കാര്യങ്ങൾ അവരിൽ നിന്ന് കണ്ട കർത്താവ് ഇപ്രകാരം അവർക്ക് ദൂത് കൊടുക്കുന്നു: വിശുദ്ധനും സത്യവാനും ദാവീദിന് താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവരാണ് ചെയ്യുന്നത്. അടയപ്പെട്ടതായ പല വിഷയങ്ങളും അവർക്ക് വേണ്ടി തുറക്കപ്പെട്ടതായ ഒരു സമയമാണ്. സുവിശേഷത്തിനായി അടയപ്പെട്ടതായ പല വാതിലുകളും അവർക്ക് വേണ്ടി തുറക്കപ്പെട്ടു. ആ എല്ലാ നിലയിലും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാഹചര്യത്തിലേക്ക് ആ കാലയളവിലെ ഭക്തന്മാർ കടന്നു വന്നു. അവരോട് പറയുന്നു, നിനക്കിത് ആരും അടയ്ക്കുവാൻ കഴിയാതെ വണ്ണം ഒരു വാതിൽ തുറന്നിരിക്കുക. സുവിശേഷീകരണത്തിന് വേണ്ടി തുറക്കപ്പെട്ട വാതിൽ. അങ്ങനെ ത്യാഗപരമായി സുവിശേഷത്താൽ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിച്ചതായ ഭക്തന്മാരുടെ ഒരു കാലയളവ് കൂടെയാണ് ഫിലദൽഫിയ കാലഘട്ടം 1750 മുതൽ 1906 വരെ. ആ സാഹചര്യം അല്പം കൂടെ കഴിഞ്ഞപ്പോൾ ലവോദിക്ക എന്ന സഭാ കാലഘട്ടത്തിലേക്ക് കടന്നു വന്നു. ലവോദിക്ക എന്ന ആ വാക്കിനർത്ഥം മന്നോഷ്ണ സഭ, അതുമല്ല ഇതുമല്ല എന്നർത്ഥം. ഫിലദൽഫിയ കാലയളവിൽ സുവിശേഷത്തിനായി വിശാലമായ വാതിലുകൾ തുറന്നുകൊടുത്ത കർത്താവ് ലവോദിക്ക സഭയിൽ വാതിലിന് പുറത്തുനിന്ന് മുട്ടുന്നതായ ഒരു ദർശനമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അല്പം ഈ ഭാഗത്തു നിന്ന് ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകാം. AD 1906 മുതൽ ലവോദിക്ക സഭാ പീരീഡ് ആരംഭിക്കുന്നു. ഇത് വിദേശ രാജ്യങ്ങൾ, അമേരിക്ക, ആഫ്രിക്ക തുടങ്ങിയ, പിന്നെ അവിടെ നിന്ന് ഇന്ത്യയും
അനേക രാജ്യങ്ങളിലേക്കും സുവിശേഷ വെളിച്ചം ചെന്നെത്തി വലിയ അനുഗ്രഹങ്ങൾ എന്ന് മനുഷ്യൻ പറയുന്ന ഭൗമികമായ നന്മകളുടെ വർധനവ് ഉണ്ടായി തുടങ്ങിയ ഒരു കാലഘട്ടം കൂടെയാണ്. ഒന്നുകൂടെ എടുത്തു പറഞ്ഞാൽ, നമ്മുടെ ഈ കാലയളവിൽ ഈ നാളുകളിലുള്ളതായ ദൈവജനത്തിൻ്റെ 3-4 തലമുറകൾക്കപ്പുറത്ത് നിന്നാണ് ഇന്നത്തെ ആത്മീയതയുടെ ശരിക്കുമുള്ള ഒരു ആരംഭം. ക്രൈസ്തവ സഭയുടെ ആരംഭം എന്നല്ല പറഞ്ഞത്. ക്രൈസ്തവ സഭയുടെ ആരംഭം AD 30 യെരുശലേമിൽ ആരംഭിച്ചു. യഥാർത്ഥമായ പെന്തക്കോസ്തിൻ്റെ തീനാളമായിട്ടുള്ള അനുഭവ സഭ. ആ സഭയുടെ വളർച്ച എന്ന് പറയുന്നത് വിവിധ നിലകളിൽ ഏറ്റക്കുറച്ചിലുണ്ടായി. എന്നാൽ ഈ 100 വർഷത്തിനിടയിലാണ് ഇന്ന് ലോകത്തിൽ കാണപ്പെടുന്ന രീതിയിലുള്ളതായ ആത്മീയമായ ഉയർച്ചകൾ, ആത്മീയമായ വർധനവ്, ആത്മീയമായ ദർശനങ്ങൾ, വെളിപ്പാടുകൾ, വീര്യപ്രവൃത്തികൾ, അത്ഭുതങ്ങളും അടയാളങ്ങളും യുവ സഹോദരന്മാരെയും യുവതികളെയും വൃദ്ധന്മാരെയും ഒക്കെ ദൈവം എഴുന്നേൽപ്പിച്ച് വലിയ ശക്തമായ പ്രവർത്തനം നടക്കുവാനിടയായി. പക്ഷെ ഒരു കാര്യമുണ്ട്, വെറും പട്ടിണി പാവങ്ങളായി സ്വന്തം ഭവനത്തെയും ചുറ്റുപാടുകളെയും എല്ലാം വിട്ടെറിഞ്ഞ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വളരെ ത്യാഗപരമായി പ്രവർത്തിച്ചതായ ആ പിതാക്കന്മാരുടെ നാളുകൾ, ഇന്നേക്ക് 3-4 തലമുറകൾക്ക് മുമ്പുള്ള പിതാക്കന്മാരുടെ നാളുകൾ എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾ പട്ടിണി കിടന്ന്, രാത്രികൾ പട്ടിണി കിടന്ന്, മക്കളെ പട്ടിണിയോട് പച്ചവെള്ളം തന്നെ പ്രാർത്ഥിച്ച് അവർക്ക് മിഷ്ടാന്ന ഭോജനം പോലെ കൊടുത്ത് കഴിഞ്ഞതായ കാലഘട്ടത്തെക്കുറിച്ച് ഇന്നത്തെ ആളുകൾക്ക് അധികവും അറിയില്ല. എന്നാൽ അങ്ങനെ വളരെ ത്യാഗം സഹിച്ചും കഷ്ടം സഹിച്ചും പോയതായ പിതാക്കന്മാരെ ദൈവം മറന്നിട്ടില്ല. അതിനുവേണ്ടി ദൈവം അവരവരുടെ കുഞ്ഞുങ്ങളെ, അവരുടെ പിൻതലമുറക്കാരെ വിദ്യാഭ്യാസത്തിലും ഉയർച്ചയുടെ പടിമേഖലയിലേക്കും അയച്ചു. പല രാജ്യങ്ങളിൽ സാമ്പത്തികമായി ഉന്നത തലത്തിൽ അവരെ ഉയർത്തി. അനേകരുടെ ദൃഷ്ടിയിൽ നോക്കുവാനും കാണുവാനും പറയത്തക്കവണ്ണുള്ളതായ വലിയ വലിയ വൻപന്മാരായി തീർന്നു. സങ്കീർത്തനം 113 സങ്കീർത്തനത്തിൽ പ്രകാരം ഒരു വാചകം നമുക്ക് ഓർക്കുവാൻ കഴിയും. അവന് എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു. എങ്ങനെ? ദൈവം, അത്യുന്നതനായ ദൈവം ഭൂമിയിലെ മനുഷ്യവാസികളെയൊക്കെ നോക്കുന്നു. ദൈവത്തിനെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനെ പൊടിയിൽ നിന്ന് ഉയർത്തി, കുപ്പയിൽ നിന്ന് ഉയർത്തി ദേശത്തെ പ്രഭുക്കന്മാർക്കും മീതെ പ്രഭുവാക്കി തീർക്കുവാൻ വരെ ദൈവത്തിന് മനസ്സിലുകൊണ്ട്. സത്യമായും ഈ തലമുറയിൽ ലോകവ്യാപകമായി ദൈവമക്കളുടെ ഇടയിൽ ദൈവമക്കളുടെ സന്തതി പരമ്പരകൾക്ക് പറയുവാനുള്ള ഒരു സാക്ഷ്യം, ദൈവം എന്നെ മാനിച്ചു, ദൈവം എന്നെ അനുഗ്രഹിച്ചു, ദൈവം എന്നെ ഉയർത്തി. സത്യം പറഞ്ഞാൽ അവരുടെ ആത്മീയത കൊണ്ട് ദൈവം ഉയർത്തിയതല്ല, പിതാക്കന്മാരുടെ തീവ്രമായ വിശ്വാസത്തെയും കട്ടതയുടെയും പട്ടിണിയുടെയും നാളുകളിൽ ദൈവവിശ്വാസത്തെ ഏറ്റവും മുതലായി കണ്ടുകൊണ്ട്, ദൈവകൃപയെ ഏറ്റവും മുതലായ ഒരു മാർഗമായി കണ്ടുകൊണ്ട് ദൈവഭക്തിയിൽ അവർ അവസാനിച്ചു. അവരുടെ ജീവിതം ദൈവത്തിന് സൗരഭ്യമായി തീർന്നു. ആ ഒറ്റ കാരണത്താൽ പിൻതലമുറക്കാർ അനാത്മികരായിരുന്നിട്ട് പോലും അനാത്മികരെ ഭൗമികമായി മാനിച്ചു എന്ന് പറയുന്നതിൽ ഒരു സത്യമുണ്ട്. ദൈവം ജാതിയിടയിൽ പരസ്യകോലമാക്കാതെ അവരെ മാനിച്ചു. ഇവിടെ ഈ ദർശനം നോക്കൂ. ലവോദിക്ക സഭയ്ക്ക് അഥവാ ഈ കാലയളവിൽ ഈ 100 വർഷം പിന്നിട്ടതായ ഈ കാലയളവിലുള്ള വിശ്വാസികളോട്, ഭക്തന്മാരോട്, അപ്പോസ്തലന്മാരോട്, പ്രവാചകന്മാരോട്, സഭയിലെ ഇടയന്മാരായ പാസ്റ്റർമാരോട് എന്നതുപോലെ സംസാരിക്കുന്നത് എന്തെന്ന് നോക്കൂ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. 15-ാം വാക്യം വായിക്കാൻ തുടങ്ങുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും എന്ന് പറഞ്ഞാൽ ഈ കാലയളവിൽ, ഈ നാളുകളിൽ ദൈവജനത്തിൻ്റെ ആത്മീകത്തിൻ്റെ ഇടയിലുള്ളതായ കാപട്യത്തിൻ്റെ വക്രതകൾ കണ്ടുകൊണ്ട് ദൈവാത്മാവ് പറയുന്നു, അതുമല്ല ഇതുമല്ല, അതും ശരി ഇതും ശരി എന്ന് പറഞ്ഞ വക്രതയുടെ സ്വഭാവത്തിൻ്റെ രീതിയിൽ കൂടെ പോകുന്നതായ ഈ കാലഘട്ടത്തിലെ ആത്മീകരുടെ ഇടയിൽ കാണുന്ന ഭക്തന്മാർ യഥാർത്ഥ ഭക്തന്മാരല്ല. അവരുടെ ഇടയിൽ വഞ്ചനയും തട്ടിപ്പും ഉണ്ടെന്നുള്ള കാര്യം ഇവിടെ വ്യക്തമാക്കുകയാണ്. അടുത്ത് പറയുന്നു 17-ാം വാക്യം വളരെ സ്വീകാര്യമാണ്. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാകിയാൽ നീ അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം, നിന്റെ സാക്ഷ്യം ഇതാണ്. പണ്ട് എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല, ഇന്ന് ഞാൻ ആരാണ്? ഞാൻ ധനവാനാണ്, ഞാൻ സമ്പന്നനാണ്, എനിക്കൊന്നിനും മുട്ടില്ല.
എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ പാരമ്പര്യത്തെയും അറിയാമോ എന്ന് പറഞ്ഞുകൊണ്ടും നമ്മുടെ സാഹചര്യത്തെ ഏറ്റവും വലിയ ഉയർച്ചയുടെ ഒരു അവസ്ഥയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ദൈവികമായ വിഷയത്തെയും ദൈവികമായ നിത്യതയിലെ നിർണയത്തെക്കുറിച്ചുള്ള ദർശനം നഷ്ടപ്പെട്ടവരായി ഭൗമികമായ വിഷയത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇന്ന് പലർക്കും അത് നമുക്ക് കാണുവാൻ കഴിയുന്നതായ ഒരു കാര്യം, സുവിശേഷമെന്നും ദൈവികമായ വിഷയമെന്നും പറയുന്നതിനിടയിൽ സമൃദ്ധിയുടെ സുവിശേഷം എന്ന പ്രോസ്പെക്റ്റ് തിയോളജിക്കാണ് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. അതിന് വേറുപാടും വിശുദ്ധിയുമില്ല. യഥാർത്ഥ മാനസാന്തരം വേണ്ട. കാണത്തക്കവണ്ണം ആഭരണം മാറ്റുകയെന്നോ വസ്ത്രത്തിൽ വ്യത്യാസം വരുത്തുകയെന്നോ പറയുന്നതായ മറ്റു മാറ്റങ്ങളും വേണ്ട. പണ്ട് എങ്ങനെയായിരുന്നു അങ്ങനെയുള്ള രീതിയിലൊക്കെ മതി. പക്ഷേ ജനത്തിൻ്റെ വലിയൊരു കൂട്ടം ആളുകൾ ആഗ്രഹിക്കുന്നു. ഏത് നിലയിലും ആളുകളെ കൂട്ടുക, അവരിൽ നിന്നുള്ളതായ സാമ്പത്തികമായ വലിയൊരു കളക്ഷൻ നേടുക, അങ്ങനെ ഈ കൂട്ടായ്മയെ വലിയ ദൈവസഭയായി കാണുന്നവരുണ്ട്. ആ സാഹചര്യത്തിൽ കടന്നു പോകുമ്പോൾ കർത്താവിന് പറയുവാനുള്ളത് ഇവിടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 19-ാം വാക്യം, എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിച്ചു തുടങ്ങിയ എഫെസോസ് സഭ കാലയളവ് മുതൽ 3-ാം അധ്യായം അവസാനിക്കുന്ന വാക്യം വരെയുമുള്ളതായ ദൂതുകൾക്കിടയിൽ 7 സഭകളോടും എന്ന് പറഞ്ഞാൽ 770 ലോകവ്യാപകമായിട്ടുള്ള സകല സഭകളോടും അന്നും ഇന്നും എന്നും സഭയുടെ തലയായ ക്രിസ്തുവിനും പരിശുദ്ധാത്മാവിനും പറയുവാനുള്ളതായ ഒരു കാര്യമാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഈ സഭകൾക്കകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൂതുകൾ എന്താണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ നമുക്ക് 2 കാതുണ്ടായിട്ടും ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ദൈവികമായ സന്ദേശങ്ങളും ദൈവികമായ ആലോചനകളും ഭാവി പദ്ധതികളും നിലനിൽക്കുന്ന നിത്യതയെക്കുറിച്ചുള്ളതായ യഥാർത്ഥമായ ഒരു ആത്മീയ കാഴ്ചപ്പാടുണ്ടാകട്ടെ, അത് കേട്ട് ഗ്രഹിക്കട്ടെ, അതിനു വേണ്ടി വേർപാടും വിശുദ്ധിയും ഉണ്ടാകട്ടെ എന്നുള്ള ദൂതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നു, നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. അപ്പോൾ മാനസാന്തരം ആർക്കൊക്കെയാണ് ആവശ്യം? ഈ മാനസാന്തരം ഇവിടെ ഇരുന്ന് ക്ലാസ് രൂപേണ പ്രഭാഷണം നടത്തുന്നത് എനിക്ക് ആവശ്യമാണ്, കേൾക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമാണ്. സകല ദൈവമക്കൾക്ക് മാനസാന്തരം ആവശ്യമാണ്. സകല അപ്പോസ്തലന്മാർക്ക് മാനസാന്തരം ആവശ്യമാണ്. സകല ഇടയന്മാർക്ക് മാനസാന്തരം ആവശ്യമാണ്. ഭൂതലത്തിൽ ദൈവഭക്തന്മാരെന്ന് പറയുന്ന സകലർക്കും മാനസാന്തരം ആവശ്യമാണ്. മാനസാന്തരം കള്ളുകുടിച്ച് നടക്കുന്ന, കഞ്ചാവടിച്ച് നടക്കുന്ന, ലോകത്തിൽ ഏറ്റവും അഴുക്കായി നടക്കുന്ന ഒരു വ്യക്തിക്കുള്ളത് മാത്രമായിട്ട് പറയാനുള്ളതല്ല. അത് പൊതുവായി ദൂതായി നമുക്ക് പറയാമെങ്കിലും പ്രിയമുള്ളവരെ, സഭ എന്ന് പറയുന്നത് എക്ലീഷ്യാണ്. എക്ലീഷ്യ ദൈവത്തിന് വേണ്ടിയുള്ളവരാണ്. ദൈവത്തിന് വേണ്ടിയുള്ള ഈ സഭയോട് അഥവാ എക്ലീഷ്യയോട് പറയുന്നു, എക്ലീഷ്യയെ, സഭയെ, സഭ അംഗങ്ങളെ മാനസാന്തരപ്പെടുക. കർത്താവിന് ഇരുകരവും നീട്ടി സന്തോഷത്തോടുകൂടെ മകനെ മകളെ എന്ന് വിളിക്കാമെങ്കിലും അതിലുപരിയായി പറയുന്നു, മകനെ മകളെ, എക്ലീഷ്യയെ, നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. കാരണം ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ഇതുവരെയും വാതിലിനകത്ത് നിന്നുകൊണ്ട്, റൂമിനകത്ത് നിന്നുകൊണ്ട്, സഭാഗോളിനകത്ത് നിന്നുകൊണ്ട്, സഭയ്ക്കകത്ത് നിന്നുകൊണ്ട് പലതും പ്രവർത്തിക്കുവാൻ കഴിവുള്ള മനസ്സുള്ളവനായ കർത്താവ് ഇപ്പോൾ സഭയ്ക്ക് പുറത്ത് നിന്ന് വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ജനത്തിൻ്റെ ആത്മീകത അത്രത്തോളം അസ്തമിച്ചിട്ട് ഭൗമികമായ നന്മയുടെ വർധനവും അതിൻ്റെ പെരുപ്പവും ഉണ്ടായിട്ട് ദൈവത്തെയും ദൈവവിശ്വാസത്തെയും ചവറന്ന പോലെ കാണുന്നതായ കൂട്ടരോടാണ് പറയുന്നത്, നീ മാനസാന്തരപ്പെടുക. അപ്പോൾ ഈ ദൂത് കേൾക്കുന്നത് കൊണ്ട് ഒരു കാര്യത്തിന് ഗൗരവം മനസ്സിലാക്കണം. ദൈവം എപ്പോഴും തൻ്റെ ഭക്തന്മാരോട് നിത്യനാശത്തിൽ പോകാതിരിക്കുവാൻ വേണ്ടി കൽപ്പിക്കുന്നു, മാനസാന്തരപ്പെട്ട് മടങ്ങി വരിക. മാനസാന്തരപ്പെട്ട ആദ്യ ഭാഗത്തേക്ക് മടങ്ങി വരിക, പ്രവൃത്തിയിലേക്ക് മടങ്ങി വരിക, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികൾ ചെയ്യുക. അങ്ങനെ പറഞ്ഞിട്ട് അടുത്തതായി നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അതായത് തുറക്കപ്പെടുന്ന ഒരു വാതിൽ.
ആ തുറക്കപ്പെടുന്ന വാതിൽ കൂടെ അകത്ത് പ്രവേശിച്ച ദൈവജനവും ക്രിസ്തുവുമായി ഒരുമിച്ച് കൂടുന്ന ഒരു സമ്മേളനം, അവിടെ സന്തോഷത്തിൻ്റെതായ പങ്കിടൽ, അവിടെയുള്ളതായ ചടങ്ങുകൾ, അവിടെയുള്ള മഹത്വത്തെക്കുറിച്ചുള്ള ദർശനമാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? സഭായുഗം ഇവിടെ അവസാനിക്കുന്നു. പരിശുദ്ധാത്മാവ് എപ്പോഴും മന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന ഉപദേശത്തിൻ്റെ കാലയളവ് അവസാനിക്കാറായി. നോഗയുടെ പെട്ടകത്തിൻ്റെ വാതിലടഞ്ഞതുപോലെ ഈ കൃപായുഗത്തിൻ്റെ വാതിലടയുവാൻ സമയമായി. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം എന്നൊക്കെ പറയുന്ന ആ കാലയളവ് അവസാനിക്കാറായി. ഈ സമയത്ത് പറയുവാനുള്ള ഒരു കാര്യം, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, എനിക്ക് നിങ്ങളോടും നിങ്ങൾ എന്നോടും കൂടെ ഒത്തൊരുമിച്ചുള്ള ഒരു അത്താഴത്തിൻ്റെ സമയമായി. വരുവീൻ, ജാഗ്രതയുള്ളവരായിരിപ്പീൻ, ഉണർന്നിരിപ്പിൻ എന്നുള്ളതായ വിഷയമാണ്. അടുത്തതായി നമ്മൾ കാണുന്നത് 21 വാക്യം, ജയിക്കുന്നവൻ ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും, ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന്? ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ ഇത്രയും കാര്യം 10 മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്നതായ ഒരു പഠനമാണ്. അത് ഏതാനും മിനിറ്റുകൾ അല്ലെങ്കിൽ 1 മണിക്കൂറുകൾക്കിടയിലുള്ള സമയം കൊണ്ട് പരിമിതിപ്പെടുത്തിയതിൻ്റെ കാര്യം 22 അധ്യായങ്ങൾ വരെയുമുള്ളതായ 404 വാക്യങ്ങൾ ഉൾപ്പെട്ട വെളിപ്പാട് പുസ്തകത്തെ മുഴുവനും ഏകദേശ രൂപമെങ്കിലും ഒരു പഠന വിഷയമായി നമുക്ക് ലഭിക്കണം എന്നുള്ളത് കൊണ്ട് 2000 വർഷം പിന്നിട്ടിരിക്കുന്ന ഈ ക്രൈസ്തവ സഭാ കാലഘട്ടത്തെ ഇത്രയും സമയപരിധിക്കകത്ത് പറഞ്ഞ് അവിടുന്ന് ഒതുക്കുകയാണ്. ഒന്നുകൂടെ പറയാം, AD 70 യെരുശലേമിൽ ആരംഭിച്ച അപ്പോസ്തലിക കാലഘട്ടം മുതൽ ഇന്നേക്ക് 2010 ആയിരിക്കുന്ന ഈ കാലഘട്ടം വരെയുമുള്ളതായ സഭാചരിത്രത്തെയും ഉപദേശത്തെയും ദൈവജനത്തിൻ്റെ നടത്തിപ്പുകളെയും മുഴുവനെയും ഉൾക്കൊള്ളിച്ചുള്ള പ്രവചനാത്മാവുള്ള ഒരു പഠിപ്പിക്കലാണ്, പഠനമാണ് വെളിപ്പാട് പുസ്തകം 2ഉം 3ഉം അധ്യായം. 3-ാം അധ്യായം അങ്ങനെ അവസാനിക്കുന്നു. 4-ാം അധ്യായം തുടരുന്നു. ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട 3 വിഭജനം, നീ കണ്ടത്, ഇപ്പോഴുള്ളത്, മേലാൽ സംഭവിക്കാനുള്ളത്. നീ കാണുന്നത് തേജോമയനായ ക്രിസ്തു, സ്വർഗീയ പ്രതാപത്തോടുകൂടെ വെളിപ്പെട്ട ക്രിസ്തുവിനെയാണ്. ഇപ്പോഴുള്ളതെന്ന് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ഭാഗം നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞ 7 സഭകളോടുള്ള ബന്ധത്തിൽ ഉള്ള ദൂതകളാണ്. ഇനി മേലാൽ സംഭവിക്കുവാനുള്ളതെന്ന് പറയുന്നത് 4-ാം അധ്യായം മുതൽ 22 അധ്യായങ്ങൾ വരെയുമുള്ളതായ വിഷയങ്ങളാണ്. അതിൻ്റെ ആദ്യ ഭാഗം ഇപ്രകാരമാണ്. 4:1. ഞാൻ ബൈബിൾ തുറന്ന് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ബൈബിൾ തുറന്ന് ആ വേദഭാഗങ്ങൾ നോക്കി ചിന്തിക്കുമ്പോൾ എന്നോടൊപ്പം നിങ്ങൾക്ക് വേദപുസ്തകം തുറന്ന് ആ വാക്യങ്ങൾ നോക്കുകയോ അതിൻ്റെ ഭാഗങ്ങൾ മുമ്പും കണ്ണോടിച്ച് നോക്കുകയോ ചെയ്താൽ ഇത് പഠനം വളരെ സുഗമമായി തീരും. ഞാനത് വായിക്കട്ടെ. 4-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിന്നെ കാണിക്കാം. ഇവിടെ സഭായുഗം അല്ലെങ്കിൽ കൃപായുഗം എന്ന് പറഞ്ഞ ആ ക്രൈസ്തവ കാലഘട്ടം മുഴുവൻ അവസാനിക്കുന്നു. അടുത്ത് സംഭവിക്കുന്നത് ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നുവെന്ന് പറഞ്ഞ ഒരു വാതിലിൻ്റെ ദൂതോടുകൂടെയാണ്. വീട് 4-ാമത്തെ തുടർന്നു. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ആദ്യം പറഞ്ഞ ദൂതിൻ്റെ സാരാംശം, ഭൂമിയിലെ ദൈവമക്കൾ ഹൃദയമാകുന്ന വാതിൽ തുറന്ന് ക്രിസ്തുവിനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് തികഞ്ഞ ആത്മീയതയിൽ മുന്നിട്ട് പോകണം, സ്വർഗത്തിൽ ആ സ്വർഗീയമായ പാർലമെൻറ്റിൽ ഒന്നിച്ചു ചേരണം എന്നുള്ളതായ ആശയമാണ്. അതിന് വഴി കാണാത്തതായ ഭക്തന്മാർ എപ്രകാരമാണോ അത് കർത്താവ് കണക്കാക്കാതെ കർത്താവിന് സമയമായപ്പോൾ അവന് കള്ളനെപ്പോലെ വരുന്ന ഒരു പ്രത്യക്ഷതയുടെ കാര്യമാണ് 4:1. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ആ വാതിൽ ഏതാകുന്നുവെന്ന് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കൂ. എഫെസോസ്, സ്മുർന്ന തുടങ്ങി ലവോദിക്ക വരെയുള്ള 7 പീരീഡുകളായിട്ടുള്ള ക്രൈസ്തവ കാലഘട്ടത്തെ 7 സഭകളോട് പറയുന്ന സഭയുടെ ഉപദേശങ്ങൾ ആ കാലഘട്ടം അവസാനിക്കുന്നു. അടുത്ത് സംഭവിക്കുന്നത് ഇതാ ഇവിടെ ഒരു വാതിൽ തുറക്കുക. ഈ വാതിൽ തുറക്കുന്നതിനെക്കുറിച്ച് നിങ്ങളിതാ മറ്റൊരു ചിത്രത്തിൽ ഇപ്പോൾ കാണുന്നു. ആ തുറക്കപ്പെടുന്നതായ വാതിൽ
പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിലായിരിക്കുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനും ഏക മധ്യസ്ഥനും ഏക രക്ഷിതാവുമായിരിക്കുന്ന യേശു കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ അത്യുന്ന സ്വർഗത്തിൽ നിന്നും മേഘമണ്ഡലത്തിലേക്ക് വെളിപ്പെടുന്ന ഒരു വെളിപ്പാടിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അഥവാ അതിവിശാലമായ സ്വർഗീയ സാമ്രാജ്യത്തിൽ മണവാളന് വേണ്ടി മണവാട്ടിയെ വേളി കഴിക്കുവാൻ ഒരുക്കിയെടുക്കുവാൻ അവിടെ കൊണ്ടുപോകാൻ വേണ്ടി സ്വർഗീയ കൊട്ടാരത്തിൻ്റെ ഒരു വാതിൽ തുറന്നതായ ഒരു പ്രതീതി. ആ തുറക്കപ്പെടുന്ന വാതിൽ എക്ലീസിയ എന്ന ആ മണവാട്ടിയെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു വാതിൽ തുറക്കുക. ആ വാതിൽ തുറക്കുമ്പോൾ സംഭവിക്കേണ്ടതായ വിഷയത്തെ അല്പം ഒരു പഠന വിഷയമാക്കിക്കൊണ്ട് ഇവിടെ ഞാൻ സംസാരിക്കാം. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കൂ. ഇത് സ്വർഗസ്ഥലങ്ങളാണ്. കർത്താവിരിക്കുന്ന ഇടത്തെ കാണിക്കുന്നു. സ്വർഗത്തിൽ നിന്നും താഴ്ഭാഗത്തുള്ളായ മണ്ഡലങ്ങളെ താഴ്ന്നതാണ്. ഭൂമണ്ഡലത്തെ വിഷയമാണ് ഇത് വിശദീകരിക്കുന്നത്. ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഭാഗം ഗ്രേവ് പിറ്റ്, ശവക്കോട്ട എന്ന അർത്ഥത്തിൽ ഭൂമിയുടെ പുറന്തോടിനെ കാണിക്കുന്നു. ഈ ഭൂമിയുടെ പുറന്തോടിൽ ഭൂമിയിലെ സകല ഭക്തന്മാരുടെയും ശരീരങ്ങൾ മരണശേഷം ദ്രവത്വത്തിന് വേണ്ടി ഏൽപ്പിക്കുന്നു. ആദാം മുതൽ ഇങ്ങോട്ടുള്ള സകല ഭക്തന്മാരുടെയും ഒരു വിഷയം, ആദാമേ നീ മണ്ണാകുന്നു, നീ പൊടിയാകുന്നു, നീയും പൊടിയിലേക്ക് തിരികെ ചേരും, നീ മണ്ണിലേക്ക് തിരികെ ചേരും എന്ന് ആദാമിനോട് പറഞ്ഞതുപോലെ ഈ കാലഘട്ടം വരെയുമുള്ള സകല ഭക്തന്മാരോടും ദൈവത്തിൻ്റെ ആത്മാവ് തിരുവചനത്തിൽ കൂടെ സംസാരിക്കുന്നത്, മനുഷ്യ നീ മണ്ണാകുന്നു. മനുഷ്യൻ്റെ പ്രകൃതി അറിയുന്നവനായ ദൈവം സങ്കീർത്തനത്തിൽ കൂടെ എഴുതി വെച്ചിരിക്കുന്നു. മനുഷ്യൻ്റെ പ്രകൃതി അവൻ അറിയുന്നു. മനുഷ്യൻ പൊടിയെന്ന് ഓർക്കുന്നു. അതേ, അക്ഷരീയമായി മനുഷ്യൻ പൊടിയാണ്, പര്യായ പദമായിട്ടല്ല. ഈ മണ്ണിൻ്റെ പൗഡറാകുന്ന ആ മണ്ണിൻ്റെ പൊടിയെ പേസ്റ്റ് രൂപത്തിലാക്കിയിരിക്കുന്നതായ ഒരു മൺകൂടാരമാണ് ഈ ശരീരം. ഈ മൺകൂടാരത്തിനകത്ത് ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി ദാഹിക്കുന്ന ഹൃദയത്തോടുകൂടെയാണ് ഒരു ആത്മാവ് അകത്ത് തിങ്ങിവസിക്കുന്നത്. ആത്മാവ് ജീവനുള്ള ദൈവത്തിന് വേണ്ടി വാഞ്ചിക്കുന്നു. എൻ്റെ ആത്മാവേ നീ വിഷാദിച്ചു ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എന്നൊക്കെ സങ്കീർത്തനത്തിൽ വായിക്കുന്നത്. മൺകൂടാരമാകുന്ന ഈ രോഗാണുക്കൾ കൊണ്ട് കവചിതമാക്കപ്പെട്ട ബലഹീനമായ ദ്രവത്വത്തിലേക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന ഈ മൺകൂടാരമാകുന്ന ശരീരത്തിനകത്ത് ഒരു ആത്മാവ് വസിക്കുന്നു, ജീവനുള്ള ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നു. ആ വിഷയത്തോട് ബന്ധത്തിലല്ലേ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നല്ലപോലെ വരുന്നു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, കർത്താവിനിക്ക് പ്രതിഫലത്തിൻ്റെ കിരീടം തരും. പക്ഷേ എനിക്കൊരു മരണമുണ്ട്, ഞാൻ ക്രിസ്തുവിൽ നിദ്ര പ്രാപിക്കും. പക്ഷേ മരിച്ചവിടെ ഇടയിൽ നിന്നും വല്ലവിധേയം എനിക്കൊരു പുനരുത്ഥാനം ഉണ്ടാകണമെന്ന ലക്ഷ്യത്തോടു കൂടെയാണ് പൗലോസ് മുന്നോട്ട് പോയത്. പൗലോസിൻ്റെ കാലഘട്ടത്തിലും കഴിഞ്ഞ കാലഘട്ടത്തിലും ഇന്ന് നമ്മളിടയിലും എന്തിനേറെ പറയുന്നു, നമ്മളിലും നിർബന്ധമായ ഒരു കാര്യം, നമ്മളിന്ന് ജീവിക്കുന്നു, നാളെ ജീവിക്കുമോ എന്ന് നമുക്കറിയില്ല. ഇന്നത്തെ കാര്യം, ഇന്നത്തെ പ്രവൃത്തികൾ നമുക്ക് ചെയ്യാൻ അറിയാമായിരിക്കും, നാളത്തെക്കുറിച്ച് ചിന്തയുണ്ടായിരിക്കും, പക്ഷേ നാളെ ജീവിക്കുമെന്നുള്ളതിന് എന്നാ ഗ്യാരൻറ്റി? മനുഷ്യൻ്റെ സംവത്സരം 70 ആയാൽ 80, 70 എന്ന് പറയുന്നതായ കാലയളവിനുള്ളിൽ അവസാനിക്കുന്ന മനുഷ്യൻ, ഇതിന് 40 വയസ്സോ 30 വയസ്സോ 20 വയസ്സോ ജനിച്ചു കഴിഞ്ഞാൽ ഏത് സമയവും മരണം കാണപ്പെടുന്നതായ ഒരു സമയത്തെയാണ് മനുഷ്യൻ പ്രതീക്ഷിക്കുന്നത്. ഇതിനിടയിൽ പലതും ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പഠനത്തിൽ കൂടെ ഒരു കാര്യം മനസ്സിലാക്കൂ. ഇന്നല്ല എങ്കിൽ നാളെ എന്ന് പറയുന്ന ദിവസം എൻ്റെയോ നിൻ്റെയോ ജീവൻ്റെ അവസാനമാകുന്നുവെങ്കിൽ, അങ്ങനെ മരണമെന്ന വേർപാടിൻ്റെ ഒരു നാൾ വന്നാൽ നിത്യത ഇവിടെ കഴിക്കും. പൗലോസ് പറയുന്നു, എൻ്റെ ആത്മാവ് ഞാൻ വാഞ്ചിക്കുന്ന കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു പോകും, എൻ്റെ ശരീരം ഈ മണ്ണിൽ പൂഴിയിലേക്ക് ഏൽപ്പിക്കപ്പെടും. ഈ ചാർട്ട് നിങ്ങൾ ശ്രദ്ധിക്കൂ. പൂഴിയിലേക്ക് ഏൽപ്പിക്കപ്പെടുന്ന ഈ ശരീരം പൂഴി പണ്ടായിരുന്നത് പോലെ, മണ്ണ് പണ്ടായിരുന്നത് പോലെ പൊടിയോട് അമർന്നരിയും, അത് രൗത്വത്തിലേക്ക് അവസാനിക്കും. കർത്താവ് താൻ ഗംഭീരനാദം മുഴക്കുമ്പോൾ അന്ന് ജീവനുള്ളവനായി ഒരു തേജസ്കരണം പ്രാപിച്ച ശരീരത്തോടുകൂടെ ഞാൻ ഉയർത്തി നിൽക്കും. ഇവിടെ ഈ ചിത്രം നോക്കൂ. കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ സംഭവിക്കുന്നത് ഇവിടെ 3 ഭാഷയിൽ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ലോകവ്യാപകമായി വളരെ പ്രശസ്തമായ ഒരു ചിത്രമാണ് ഇത്. 23 വർഷങ്ങൾക്ക് മുമ്പ് ഡിസൈൻ ചെയ്ത ഒരു ചിത്രമാണ്.
ഈ ചിത്രം ആകപ്പാടെ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടാകുന്നു എങ്കിലും ഇതൊരു പട്ടണത്തിൻ്റെ പ്രതീതിയാണ്. ഇതിൻ്റെ താഴ്ഭാഗമൊന്ന് ശ്രദ്ധിക്കൂ. ഇവിടെ ഒരു ശവക്കോട്ട കാണാം. ഇവിടെ രാത്രി കൂർക്കം വലിച്ച് ഉറങ്ങുന്നതായ ഒരു അർദ്ധരാത്രിയാകാം, രാത്രിയെ കാണിക്കുന്നു. രണ്ടുപേർ കിടക്കയിലായിരിക്കുമെന്ന് ക്രിസ്തു പറഞ്ഞില്ലേ? അത് തന്നെ. ഇവിടെ രണ്ടുപേർ വയലിലായിരിക്കും എന്ന് കർത്താവ് പറഞ്ഞല്ലേ? ആ ദർശനത്തെ ഇവിടെ കാണിക്കുന്നു. രണ്ടുപേർ തിരികൽ പിടിച്ചുകൊണ്ടിരിക്കും, രണ്ടുപേർ വയലിലായിരിക്കുമെന്ന് പറഞ്ഞതായ ആ വിഷയം ഇവിടെ കൊണ്ടുവരുന്നു. യാത്ര ചെയ്യുന്നവരുണ്ട്, ഇവിടെ വാഹനങ്ങൾ ഓടുന്നു, നടക്കുന്നവരുണ്ട്, ഗ്രൂപ്പായി നടക്കുന്നവരുണ്ട്, വാഹനം ഇവിടെ ഇടിച്ചു മറിയുന്നു. ഇവിടെ ഇതാ പ്ലെയിനുകൾ കൂട്ടിയിടിക്കുന്നു, പ്ലെയിനുകൾ വീഴുന്നു, കത്തിയമരുന്നു, വലിയ വലിയ സംഭവങ്ങൾ ഇവിടെ കാണുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറയാം, ഒന്ന് ശ്രദ്ധിക്കൂ. ഏത് സമയവും കർത്താവ് വരും. കർത്താവ് വരുവാൻ തക്കവണ്ണം സമയമായി കർത്തർ കടികാരമാകുന്ന പ്രവചന കടികാരത്തിൻ്റെ 12-ാം മണി നേരത്തിലേക്കാണ് ഈ നാളുകൾ നമ്മൾ ആയിരിക്കുന്നതെങ്കിൽ നമ്മൾ ഒരുങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത്തിയാകുന്ന യഹൂദനെ നോക്കിക്കൊണ്ടൊരു ഉപമ പഠിപ്പീൻ. ആ അത്തിയാകുന്ന യഹൂദന് ലഭിച്ചതായ രാഷ്ട്രീയ സ്വാതന്ത്ര്യം 50 വർഷം പിന്നിട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ തലമുറകൾ അവസാനിക്കുന്നതിന് മുന്നമേ തന്നെ കർത്താവ് വരുമെന്നുള്ള ഉപദേശത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഇപ്പോൾ യേശുവിൻ്റെ വരവിൻ്റെ സമയമായെന്ന് നാം മനസ്സിലാക്കണം. അത്തി യഹൂദൻ്റെ രാഷ്ട്രീയ നിലവാരത്തെ കാണിക്കുന്നു, മുന്തിരി യഹൂദൻ്റെ ആത്മീയ നിലവാരത്തെ കാണിക്കുന്നു, ഒലിവ് യഹൂദൻ്റെ മാർഗീയ നിലവാരത്തെ കാണിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾക്ക് യഹൂദൻ ഇന്ന് പേടി സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കത്തക്കവണ്ണം തളർത്ത് പന്തലിച്ച് വൻവൃക്ഷമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത്തിയാകുന്ന യഹൂദൻ്റെ രാഷ്ട്രീയ നിലവാരവും മാർഗീയ നിലവാരവും ആത്മീയ നിലവാരവും ഒരുപോലെ ഉയർത്തപ്പെട്ട് കഴിഞ്ഞു. ഒലൂമല വേദപുസ്തക ചരിത്രത്തിലും ലോക ചരിത്രത്തിലും ഒരു വലിയ വിഷയമാണ്. ഒലൂമലയുടെ അധോഭാഗം, അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് പൊട്ടിപ്പിളർന്ന് വലിയ വിള്ളൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവെന്നും അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ലാവ് പോലെ, ഒരു മുഴക്കം പോലെ ഒഴുകുന്ന ഒരു ശബ്ദം കേൾക്കുന്നുവെന്നും കമ്പ്യൂട്ടറൈസ്ഡ് ഉപകരണത്താൽ അവർ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ആ ഒലൂമലയിൽ വലിയ കെട്ടിടങ്ങളുണ്ട്. 7 Arts ഹോട്ടൽ എന്ന് പറയുന്നതായ 100 കണക്കിന് ആഡംബര ഡീലക്സ് റൂമുകളുള്ളതായ വലിയ ഹോട്ടലുകൾ അവിടെ ഉണ്ട്. അതിൻ്റെ താഴ്ഭാഗങ്ങളിലും താഴ്വരകളിലും എല്ലാം ബിൽഡിങ്ങുകളുണ്ട്. പക്ഷേ അവിടെ അതല്ലാതെ കൂടുതൽ കെട്ടിടങ്ങളോ ഒന്നും പണിയുവാൻ പാടില്ല. ഏത് സമയവും ഒലൂമലയുടെ ഭാവി അസ്തമിക്കും, വലിയ ഭൂകമ്പത്തോടു കൂടെ തകർന്നു പോകും എന്ന് പറയുമ്പോൾ ഒലൂമലയുടെ തകർച്ചയെക്കുറിച്ചും വേദപുസ്തകത്തിൽ വ്യക്തമായ തെളിവുകളുണ്ട്. അത് വെളിപ്പാട് പുസ്തകം നമ്മൾ വ്യക്തമായി പഠിക്കുന്നു, ദൃഷ്ടാന്തമായി പലതും കാണിച്ച് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇവിടെ യേശു വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നുവെന്നും കർത്താവ് കാഹളധ്വനിയോടുകൂടെ മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടുന്ന സമയമായെന്നും അതിലേക്ക് വേണ്ടി ശടകുടാഞ്ഞ് എഴുന്നേറ്റ് തല ഉയർത്തി അവൻ്റെ വരവിനെ സ്വീകരിക്കണമെന്നുള്ളതായ അർത്ഥമാണ് 3-ാം അധ്യായം അവസാനിക്കുമ്പോൾ പറയുന്നത്. അടുത്തതാണ് പറയുന്നത്, ഇതാ സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കും ഞാൻ കണ്ടു. ആ തുറക്കപ്പെടുന്ന സ്വർഗത്തിലെ വാതിൽ ഈ ചിത്രത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കൂ. വീണ്ടും കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനതൂൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നും മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടുമെന്ന് 1 തെസ്സലോനിക്കർ 4:16 വാക്യത്തിൽ പറയുന്നത് പോലെ കർത്താവ് ദൂതപരിവാരത്തോടുകൂടെ ഇതാ മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ക്രിസ്തുവിൽ മരിച്ചവർ ശവക്കോട്ടയിൽ നിന്നാകാം, ലോകത്തിൽ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും അവരെ ദ്രവത്വത്തിന് ഏൽപ്പിച്ചതായ സ്ഥലമാകാം, അത് സമുദ്രത്തിനകത്താകാം, അത് കരയിലാകാം, മൃഗങ്ങൾക്കിരയായതാകാം, തീയിനിരയായതാകാം. എങ്ങനെയാണോ ക്രിസ്തുവിനുള്ള ഒരു ഭക്തൻ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചുവോ, അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ എവിടെയാണോ അടക്കം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മോളിക്യൂൾസ്, ശരീരത്തിൻ്റെ അംശമായി എന്തെങ്കിലും, ശരീരത്തിൻ്റെ DNA ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇന്നത്തെ സയൻസ് പറയുന്നത് 1,00,000 വർഷം പഴക്കം ചെയ്ത മനുഷ്യൻ്റെ ശരീരമായാലും അവൻ്റെ ശരീരം മുഴുവനും ദ്രവിച്ച് അവസാനിച്ചാലും ഒന്നുമില്ലായ്മയിലും അവൻ്റെ ശരീരത്തെ അതേപോലെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. അവൻ്റെ ശരീരത്തിൻ്റെ DNA ഒരിക്കലും അവസാനിക്കുന്നില്ല.
ഒരിക്കലും അവസാനിക്കാത്ത അവൻ്റെ DNA-യിൽ നിന്നും അതാത് ശരീരത്തെ അതേ രൂപത്തിൽ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുമെന്ന് ഇന്നത്തെ പരിഷ്കൃത ക്ലോണിംഗ് പദ്ധതിയിൽ കൂടെയുള്ളതായ ഒരു പഠിപ്പിക്കൽ വന്നിട്ടുണ്ട്. ഇതുമാകട്ടെ ഇന്നേക്ക് 2000 അല്ല 4000 വർഷങ്ങൾക്കപ്പുറം പഴയ ഭക്തന്മാർക്കും ദൈവാത്മാവിൽ വെളിപ്പെട്ടതായ ഒരു മർമ്മം എന്താണെന്ന് പറയാമോ? അവർ ഏറ്റവും നല്ല ഒരു പുനരുത്ഥാനത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിച്ചവരാണ്. പുനരുത്ഥാനം ദൈവജനത്തിൻ്റെ പ്രത്യാശയുടെ ഏറ്റവും മഹത്കരമായ കാര്യമാണ്. ഇവിടെ ഇതാ ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവർ അവരവരുടെ ശരീരത്തിൽ നിന്നും ചടിചടാന്ന് ജീവനുള്ള ശരീരമായി പുറത്തേക്ക് വരുന്നു. ലാസറിന്റെ കല്ലറയ്ക്കിൽ നിന്നും സൃഷ്ടികർത്താവായ ക്രിസ്തു ലാസറേ പുറത്തു വരിക എന്ന് കൽപ്പിച്ചപ്പോൾ മരിച്ചവന്റെ ആത്മാവ് ആ ശരീരത്തിലേക്ക് വന്ന് ശരീരത്തോടുകൂടെ പുറത്തു വന്നതുപോലെ ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ച കോടാനുകോടി വിശുദ്ധന്മാർ ഈ 2010 വർഷത്തിനിടയിൽ നിദ്ര പ്രാപിച്ചവരും രക്തസാക്ഷികളായി തീർന്ന കോടാനുകോടി വിശുദ്ധന്മാർ അവർ ചടിചടാന്ന് ഉയർത്തെഴുന്നേൽക്കും. ഇവിടെ കിടക്കയിലായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ രാത്രിയെ കാണിക്കുന്നു, തിരയിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ കാണിക്കുന്നു. വയലിലായിരിക്കുന്നു പറഞ്ഞാൽ അത് പകൽ എടുക്കുന്നതിനെ കാണിക്കുന്നു. അപ്പോൾ രാത്രിയാകാം, പ്രഭാതകമാകാം, സന്ധ്യയാകാം, പകലാകാം, എപ്പോഴും ആകാം. ഈ ലോകത്തിൻ്റെ ഉരുണ്ടിരിക്കുന്ന ഭൂഗോളത്തിൻ്റെ ഏത് രാജ്യങ്ങളിലും ഏതെങ്കിലും സമയം ഓക്കെയാണ്, അത് നമുക്കറിയാമല്ലോ. ആ കർത്താവിന് വരവെങ്കിൽ ആയിരിക്കുന്ന സ്ഥാനത്ത് വന്നു അവർ രൂപാന്തരപ്പെടുന്നു. വാഹനങ്ങൾ ഓടിക്കുന്നതിൽ എത്രയോ ഭക്തന്മാരുണ്ട്, വിശ്വാസികൾ, പാസ്റ്റർമാരാകട്ടെ, അപ്പോസ്തലന്മാരാകട്ടെ, സാധാരണ വിശ്വാസികളാകട്ടെ, സഹോദരിമാരും സഹോദരന്മാരും ആകട്ടെ, ധാരാളം ആളുകൾ ഇന്ന് വാഹനം ഓടിക്കുന്നുണ്ടല്ലോ. 4 വീലാകട്ടെ, 2 വീലറാകട്ടെ, പല വാഹനങ്ങൾ ഓടിക്കുന്നവരാണ്. അവിടെ ഉള്ളിലെ പ്രത്യാശ ജീവനായകനെ, എൻ്റെ ക്രിസ്തുവേ, എൻ്റെ ആത്മമണവാളിനെ, നീ എപ്പോൾ വരുമെന്നുള്ള പ്രത്യാശയാകുന്നുവെങ്കിൽ ആ പ്രത്യാശയുടെ മറുപടിയായി പ്രാണപ്രിയൻ വരുമ്പോൾ ആ ഭക്തിയോടുകൂടെ പ്രത്യാശയോട് ജീവിക്കുന്ന തൻ്റെ ഭക്തന്മാർ അവർ നടത്തയിലോ വാഹനം ഓടിക്കുമ്പോഴോ പ്ലെയിൻ പറപ്പിക്കുമ്പോഴോ പ്ലെയിനിനകത്ത് യാത്ര ചെയ്യുമ്പോഴോ ഓഫീസിൽ ജോലി ചെയ്യുമ്പോഴോ ഏതവസ്ഥയിൽ ലോകത്തിലായിരുന്നാലും ഏത് സമയത്തിലായാലും കർത്താവിൻ്റെ വരവെങ്കിൽ അവർ രൂപാന്തരപ്പെടും. കണ്ണിമയ്ക്കുന്നിടയിൽ അവർ രൂപാന്തരപ്പെടും. അതാണ് വചനം പറയുന്നത്. അങ്ങനെ ഇവ ചട ഉയർക്കും വിശുദ്ധരെല്ലാം. അങ്ങനെ ഒരു കൂട്ടർ ഇവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ നാം എല്ലാവരും ജീവനോടിരിക്കുന്നു, രൂപാന്തരപ്പെട്ട് കർത്താവിനേൽപ്പാൻ മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. അത് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമുക്ക് അത് പഠന വിഷയമായി എടുക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതായി മരണ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ളതായ അല്പമായിട്ടുള്ള ഉപദേശവും അതിൻ്റെതായ ആവശ്യകതയും ബൈബിൾ നമ്മെ ഉറപ്പുവരുത്തുന്ന ചില വിഷയത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ശിലയാണ് പുനരുത്ഥാനം. നാം പുനരുത്ഥാന പ്രത്യാശയുടെ ഉടമകളാണ്. ഇവിടെ നാം അനിശ്ചിത കാലത്തേക്ക് വന്നു പാർക്കുന്നവരും പരദേശികളുമാണ്. ഭക്തന് മരണം നിശ്ചയമാണ്, എന്നാൽ ഒരു ഭക്തന് മരണം മധുരവും മരണാനന്തര നിത്യത അതിമധുരവുമാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:20-21 വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കൂ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്നും തൻ്റെ മഹത്വമുള്ള ശരീരത്തോടുകൂടെ അനുരൂപമായി നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ രൂപാന്തരപ്പെടുത്തുമെന്നുള്ളത് എത്ര വാസ്തവമാണെന്നറിയാമോ? രൂപാന്തരപ്പെട്ട ഒരു ശരീരത്തോടുകൂടെ ഭക്തന്മാർ ഉയരത്തിലേക്ക് പറന്നു ചേരും. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 2-ാം വാക്യം, നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. നമ്മളിവിടെ ജീവിക്കുന്നതും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നതും നമ്മുടെ പ്രത്യാശയും നമ്മുടെ വിശ്വാസവും ദൈവ തേജസ്സിനാൽ ഒരിക്കൽ ഞാൻ എടുത്തുകൊള്ളപ്പെടുമെന്നാണ്. റോമർക്കെഴുതിയ ലേഖനം 8-ന്റെ 18-ാം വാക്യം, വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ ഘട്ടങ്ങൾ സാരമല്ല. കർത്താവ് നൽകുന്ന ചുരുങ്ങിയ ആയുസിന് ഒരു കാലഘട്ടത്തിനകത്ത് വിവിധ ഘട്ടങ്ങളും വേദനകളും രോഗങ്ങളും ശീലിച്ചവരായും ഓരോ നിമിഷവും ഇഞ്ചിഞ്ചായി വേദനപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയോടും ദൈവാത്മാവിന് ആന്തരികമായി കൊടുക്കുവാനുള്ള ഒരു ദൂതം എന്താണെന്നറിയാമോ? വെളിപ്പെടുവാനുള്ള തേജസ്സിൻ്റെ പ്രത്യാശ ഓർക്കുമ്പോൾ ഈ കാലത്തിലെ ഘട്ടങ്ങൾ സാരമില്ല. നൊടി നേരത്തേക്കുള്ള ലഘുവായ ഘട്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകനം പ്രാപിപ്പാനിടയായി തീരുമെന്നാണ് അപ്പോസ്തലന്മാർ അന്ന് വിശ്വസിച്ചതും അവർ കാത്തിരുന്നതും. അതെ, അവരും നാമും അത് പ്രാപിക്കും നിശ്ചയം. അതുകൊണ്ട് ഫിലിപ്പിയർ 3:11 വാക്യം മുമ്പൊരിക്കൽ ഞാൻ ആവർത്തിച്ചു, വല്ല വിധേനയും മരിച്ചവിടെയുള്ള ഒരു പുനരുത്ഥാനം, ഒരു തേജസ്സിൻ്റെ ശരീരത്തോടു കൂടെയുള്ള ഒരു പുനരുത്ഥാനം എനിക്കുണ്ടാകണം. അതാണ് പൗലോസിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ശിലയായി താൻ കണ്ടിരുന്നത്. 1 കൊരിന്ത്യർ 15:35 വാക്യം, അവിടെ എന്താ വായിക്കുന്നത്? പക്ഷേ ഒരുവൻ മരിച്ചവൻ എങ്ങനെ ഉയർക്കും?
എന്നും ഏതുവിധം ശരീരത്തോടുകൂടെ വരുന്നുവെന്നും നീ ചോദിക്കുന്നു. നിശ്ചയം അത് സാധാരണയല്ലേ ഈ ലോകത്തുള്ള സകല മനുഷ്യരും, ക്രിസ്ത്യാനിയാകട്ടെ, ആത്മീകത്തിൻ്റെ കൊടിമൂത്ത നിലയിലിരിക്കുന്ന ആ വ്യക്തിയാകട്ടെ, ഈ പുനരുത്ഥാനം എന്ന് പറയുന്ന, ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്ന കേവലം ഒരു സങ്കല്പ കഥ പോലെ ചിന്തിക്കുന്ന ഒരു നല്ലൊരു കൂട്ടം ആളുകൾ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ അങ്ങനെയല്ല. ഏതുവിധം ശരീരത്തോടുകൂടെ മരിച്ചു കഴിഞ്ഞ വ്യക്തി മണ്ണിൽ നിന്നും പുറത്തേക്ക് വരുന്നു ചോദിക്കുന്നു. ആ ചോദ്യത്തിന് മറുപടിയായി വീണ്ടും അതിന് 19-ാം വാക്യത്തിൽ വായിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ഈ മണ്ണിനോടുകൂടെ, ശവക്കുഴിയോടുകൂടെ അവസാനിക്കുന്നതല്ല, മഹത്വം നിറഞ്ഞ നിത്യത കൊണ്ടുണ്ട് നിത്യതയിൽ നമുക്ക് എത്തിച്ചേരണം. അതാണ് നമ്മുടെ ലക്ഷ്യം എന്നോട് ഉറപ്പുവരുത്തുന്നു. കൊലോസ്യർ 3:4 വാക്യം, നമ്മുടെ ജീവനായകനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. നമ്മുടെ ആത്മീയ വിശ്വാസം ലക്ഷ്യമെന്ന് പറഞ്ഞ അതാണ്. യോഹന്നാൻ 11-ാം അധ്യായം 44-ാം വാക്യം, അതുപോലെ 1 യോഹന്നാൻ 3:1-2 വാക്യം, അന്ന് നാം പുനരുത്ഥാനത്തിന് യോഗ്യന്മാരായി ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരും ആയിത്തീരും. നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? കർത്താവ് വരുന്നു, ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ച കോടാനുകോടി വിശുദ്ധന്മാർ ലോകരാഷ്ട്രങ്ങളിൽ നിന്നായി ഉയർത്തെഴുന്നേറ്റ് തേജസ്സിന്റെ പുത്രന്മാരായി അവൻ്റെ അടുക്കൽ കൂടുന്നു. ജീവനോടെ ഇരിക്കുന്ന നാമം കണ്ണുമയ്ക്കുന്നിടയിൽ രൂപാന്തരപ്പെട്ട് അവനോടുകൂടെ തേജസ്സിലേക്ക് രൂപാന്തരപ്പെട്ട് പ്രതിഫലത്തിനായി അടുക്കൽ ചെല്ലും. അതിനുവേണ്ടിയാണ് സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നത്. ഹല്ലേലൂയ. നമ്മൾ അതിനൊക്കെയും യോഗ്യന്മാരായി തീരട്ടെ. പഴയ ശരീരം, അതിൽ വരുന്നതായ മാറ്റം ആദാമിനോട് പറയുമ്പോൾ, ആദാമേ, നിന്നെ നിലത്ത് നിന്ന് എടുത്തിരിക്കുന്നു, നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. സഭാപ്രസംഗി 12:7 വാക്യം, പൊടി പണ്ടായിരുന്നത് പോലെ പൊടിയിലേക്ക് തിരികെ ചേരും. അവിടെ അങ്ങനെ തന്നെ പറയുന്നു. 90-ാം സങ്കീർത്തനത്തിൻ്റെ 3-10 വാക്യം ശ്രദ്ധിക്കൂ, നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. ഓരോരു മർത്യരെ പൊടിയിലേക്ക് ചേരുമാറാക്കുന്നു. അടുത്ത്, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ. അത് അർത്ഥപുഷ്ടിയായിട്ടുള്ളതായ ഒരു വാക്യമായിട്ടാണ് പുതിയ നിയമത്തിൽ കർത്താവ് താൻ ഗംഭീരനാദം മുഴക്കി ഇവിടേക്ക് കയറി വരിക എന്നുള്ളതായ ശബ്ദം മുഴക്കുമ്പോൾ ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവരും തേജസ്സോടുകൂടി ഇരിക്കുന്നവരും മുമ്പും പിമ്പുമായിട്ടുള്ളതായ ഓർക്കത്തിലേക്കുള്ള ഒരു യാത്ര, ഒരു കുതിച്ചെഴുന്നേൽപ്പ്. അതിനെക്കുറിച്ച് 1 തെസ്സലോനിക്കർ 5:2 വാക്യത്തിൽ, കള്ളൻ രാത്രിയിൽ വരുമ്പോൾ കർത്താവിൻ്റെ നാൾ വരുന്നുവെന്നും വായിക്കുന്നു. 1 കൊരിന്ത്യർ 15:52 വാക്യം, ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. പൗലോസ് പറയുകയാണ്, ഇത് കേവലം കേട്ടുകേൾവിയല്ല, കെട്ടുകഥകളല്ല, ഇത് ഒരു മർമ്മമാണ്, ദൈവവിഷയമായ മർമ്മമാണ്. എന്താണ്? കാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമയ്ക്കുന്നിടയിൽ മരിച്ചവർ അക്ഷരായി തേജസ്സിൻ്റെ പുത്രന്മാരെ ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്രയിപ്പിച്ചു കൊള്ളുവിൻ എന്നും കൂടെയാണ്. നമുക്കുള്ള പ്രത്യാശ വിഷയം എന്ന് പറയുന്നത് മരണാനന്തര പുനരുത്ഥാനമാണ്, നിത്യജീവനാണ്. ഇനി ഒരു കാര്യം കൂടെ വേഗത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 110-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യം, നിന്റെ സേനാദിവസത്തിൽ ഉഷസ്സിൻ്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നുവെന്ന്. അതായത് തേജസ്സിൻ്റെ പുത്രന്മാരായി മണ്ണിൽ നിന്നും വിണ്ണിൻ്റെ പുത്രന്മാരായി പുറത്തേക്ക് വരുന്ന ഒരു പ്രവചനമാണത്. അത് വായിക്കുമ്പോൾ ഏറെക്കുറെ ആളുകൾക്ക് അത് മനസ്സിലാകുകയില്ല. നമ്മളിൽ അധികം ആരും ശ്രദ്ധിക്കാത്ത അതിശ്രദ്ധേയമായ പഴയ നിയമ പ്രവചനങ്ങളിൽപ്പെട്ട ഒരു വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പഴയ നിയമ ഭക്തന്മാർക്കും പുതിയ നിയമ ഭക്തന്മാർക്കും വളരെ സ്വീകാര്യമായിട്ടുള്ളതായ പ്രത്യാശ നിറഞ്ഞ ദൈവിക മർമ്മങ്ങളുടെ കലവറകൾ നിറഞ്ഞ നിത്യതയുടെ മർമ്മങ്ങൾ നിറഞ്ഞ ഒരു വേദഭാഗമാണ്. ഇവിടെ വായിക്കാം. യെശയ്യാ പ്രവചനം 26-ാം അധ്യായം 19, 20, 21 വാക്യങ്ങൾ ശ്രദ്ധിക്കൂ. നിന്റെ മൃതന്മാർ ജീവിക്കും, അവരുടെ ശരീരങ്ങൾ ഉത്ഥാനം ചെയ്യും. പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്നു ഘോഷിപ്പീൻ. നിന്റെ മഞ്ഞ് മഞ്ഞുപോലെ ഇരിക്കുന്നു, ഭൂമി മൃതന്മാരെ പ്രസവിക്കുമല്ലോ. എൻ്റെ ജനമേ, വന്ന് നിന്റെ അറകൾ കിടന്ന് വാതിലുകളടയ്ക്കുക. ക്രോധം കടന്നു പോകുവോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക. ഇവിടെ ഇത് ഭാരത് ബൈബിൾ എന്ന് പറയുന്ന മലയാളം വേർഷൻ ബൈബിളാണ്. നമ്മുടെ സ്ഥിരം ഉപയോഗിക്കുന്ന പഴയ ബൈബിളിൽ ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ പറയുന്നത് നിന്റെ മൃതന്മാർ ജീവിക്കും, അവരുടെ ശരീരങ്ങൾ ഉത്ഥാനം ചെയ്യും. ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ്, ഉത്ഥാനം ചെയ്യും. പഴയ ബൈബിൾ എഴുതിയിരിക്കുന്നത് ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ എന്നാണ് പഴയ പുസ്തകത്തിൽ കാണുന്നത്.
പുതിയ ട്രാൻസ്ലേഷണൽ വേർഷൻ ബൈബിളുകളിൽ വ്യത്യാസമുണ്ട്. നിന്റെ മൃതന്മാർ ജീവിക്കും, അവിടെ ശരീരങ്ങൾ ഉത്ഥാനം ചെയ്യും, പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്നു ഘോഷിപ്പേ. നിന്റെ മഞ്ഞ് പ്രഭാതത്തിലെ മഞ്ഞ് പോലെ ഇരിക്കുന്നു. അടുത്ത് ഭൂമി മൃതന്മാരെ പ്രസവിക്കുമല്ലോ. പഴയ ബൈബിളിൽ ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ എന്നാണ്. ഇവിടെ അപ്പം മൃതന്മാരെ പ്രസവിക്കുമല്ലോ. അങ്ങനെയാണ് ഭൂമിക്കൊരു പ്രസവം നടക്കുന്നത്. ഈ വിഷയത്തിൻ്റെ അതിഗൗരവമായിട്ടുള്ളതായ ആ കാര്യമാണത്. ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ എന്ന് പറഞ്ഞാൽ പഴയ നിയമ ഭക്തന്മാർക്കും ആന്തരികമായ ദൈവികമായ ഒരു മർമ്മം വെളിപ്പാടായി അകത്ത് ലഭിച്ചിരുന്നത്. ഞങ്ങൾ ഒരു നാൾ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടും, ഞങ്ങൾ മരിക്കും, ഞങ്ങളുടെ ശരീരം ഭൂമിക്ക് ദ്രവത്വത്തിലേക്ക്, ഈ മണ്ണിന് വളമായി തീരും. പക്ഷേ ഒരു നാൾ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. അവൻ ഈ ഭൂമിയിൽ രാജാവായി വാഴുവാൻ ഭൂമിയുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരും. ആ സാക്ഷാൽ ജീവനായകനായ മസിഹയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്കൊരു പുനരുത്ഥാനമുണ്ട്, ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കും, അവനോടുകൂടെ വാഴും. അതവിടെ വിശ്വാസമാണ്. അതിവിടെ സംഭവിക്കുന്നത് ഇപ്രകാരമാണ്. ഭൂമി മൃതന്മാരുടെ ശരീരത്തെ പ്രസവിക്കുന്നത് എങ്ങനെയാണ്? പ്രാർത്ഥന സമയത്ത് ദൈവാത്മാവിൽ ഒരു പ്രകാശനമുണ്ടാകുകയും അങ്ങനെ ലഭിച്ചതായ വെളിപ്പാടുകൾ ഒരു മർമ്മം കൂടെ പറയാം. പെട്ടെന്ന് മഴ സമയത്തുണ്ടാകുന്ന ഒരു ഇടിനാദം പോലെ, ഇടിയും കൊള്ളിയാനും ഇറങ്ങി വരുന്നത് പോലെ ഒരു അനുഭവം. ആ ഇടി എന്ന് പറയുന്നത് സാധാരണ മഴക്കാലത്തോ അല്ലെങ്കിൽ കൊള്ളിയാനും ഇടിയും ഉണ്ടാകുന്ന സമയത്ത് നമുക്കറിയാവുന്നുള്ളൊരു കാര്യം, വീട് അടച്ചിട്ടിരുന്നാലും തുറന്നിട്ടിരുന്നാലും ജനാലകളും കതകുമെല്ലാം കിളികിലാന്ന് വിറയ്ക്കും. അടുക്കളയിൽ ഷെൽഫിൽ കഴുകി വെച്ചിരിക്കുന്ന സ്റ്റീൽ പാത്രങ്ങൾ അടുക്കി വയ്ക്കുന്ന കിളികിലെ ശബ്ദമുണ്ടാക്കുക മാത്രമല്ല, ചിലപ്പോൾ അത് ഉരുണ്ട് താഴെ വീഴും. കാരണം അവിടെ ഭൂകമ്പം ഉണ്ടായിട്ടല്ല, ഭൂമിയുടെ അതിൻ്റെ പുറന്തോടിൽ പെട്ടെന്നൊരു വൈബ്രേഷൻ, ഒരു വിറയലുണ്ടായതാണ്. എന്തുകൊണ്ട്? ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്നായ കൊള്ളിയാനും ഇടിനാദവും ഭൂമിക്കൊരു വിറയലുണ്ടാക്കി എന്നതുപോലെ നേരത്തെ ചിന്തിച്ചതായ ഒരു വിഷയമുണ്ടല്ലോ. കർത്താവിൻ്റെ വായിൽ നിന്ന് പുറത്തു വരുന്നതായ ശബ്ദം വാളാകുന്നു, അത് മിന്നലാം വാളാകുന്നു എന്നാണ്. മിന്നലാം വാളെന്ന് പറഞ്ഞാൽ അങ്ങ് ഉന്നതത്തിൽ നിന്നും ഇവിടേക്ക് കയറി വരുവേൻ എന്നുള്ള കർത്താവിന് ഗംഭീരനാഥം, മിന്നൽ പിണരുകൾ പോലെ, വൈദ്യുതി തരംഗം പോലെ ഭൂമിയിലേക്ക് വന്ന് ഇറങ്ങിയിട്ട് അത് ഗംഭീര ശബ്ദമായിരിക്കണമെന്നല്ല, ഇൻവിസിബിൾ റൈസായി ഇറങ്ങി വന്ന് ഭൂമിയുടെ പുറന്തോടുകൾ മുഴുവനെയും ഒന്ന് വൈബ്രേറ്റ് ചെയ്യിക്കും, ഒന്ന് വിറപ്പിക്കുമ്പോൾ ഭൂമിയുടെ വിറയലോടൊപ്പം ഭൂമി വിഴുങ്ങി വച്ചിരിക്കുന്ന ദ്രവത്വത്തിലേക്ക് സ്വീകരിച്ച് വെച്ചിരിക്കുന്ന കോടാനുകോടി വിശുദ്ധന്മാരുടെ ശരീരത്തെ ചടിചടാന്ന് പറഞ്ഞ് തേജസ്സോടെ പുറത്തേക്ക് വിടും. ഈ പ്രവചനമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ. അപ്രകാരം ഭൂമിയിൽ നിന്നും തേജസ്സോടുകൂടെ ഈ ഭക്തന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പും ജീവനോടെ ശേഷിക്കുന്നവരുടെ രൂപാന്തരവും സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്തിവിടെ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ജനമേ വന്ന് നിന്റെ അറകളിൽ കിടന്ന് വാതിലുകളെ അടയ്ക്ക, എൻ്റെ ക്രോധം കഴിഞ്ഞു പോകുവോളം അല്പകാലത്തേക്ക് ഒളിച്ചിരിക്കുക. എന്താ അതിൻ്റെ അർത്ഥം? ഭൂമിയിലെ വിശുദ്ധന്മാരുടെ ഈ സമൂഹത്തെ സ്വർഗീയമായ സംരക്ഷണ മേഖലയിലേക്ക് പാർപ്പിച്ചതിന് ശേഷം, കർത്താവിരിക്കുന്ന ഇടത്തേക്ക് ഇവിടുന്ന് തട്ടിക്കൊണ്ടുപോയ ശേഷം, അവിടെ പ്രതിഫല വിവേചനത്തിനായി സ്വർഗസിംഹാസനം ചുറ്റും ഇവരെയെല്ലാം ഒരു സദ്യക്കുന്നത് പോലെ വിളിച്ചു കൂട്ടിയതിന് ശേഷം ദൈവത്തിൻ്റെ ഭീകരമായ ന്യായവിധിയുടെ കരം ഭൂമിയിലേക്ക് നീട്ടും. ദൈവത്തിൻ്റെ ന്യായവിധിയുടേതായ വാൾ ഭൂമിയിലേക്ക് നീട്ടും. ദൈവത്തിന്റെ ക്രോധകലശം ഭൂമിയിലേക്ക് ഒഴിക്കപ്പെടും. അതിനെയാണ് മഹോപദ്രവം അല്ലെങ്കിൽ മഹാപീഡനം എന്ന് പറയുന്നത്. അത് പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ നിവൃത്തിയാകുന്നു എന്നുള്ളത് സുവിശേഷങ്ങൾ കൂടെയും ലേഖനങ്ങൾ കൂടെയും വിശേഷാൽ പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ കൂടെയും തുടർന്നുള്ള പഠനത്തിലേക്ക് നമുക്ക് വരാം. ഒരു കാര്യം ഞാൻ അതിവേഗത്തിൽ പറഞ്ഞിവിടെ അവസാനിപ്പിക്കാം. 4 മണിക്കൂർ തുടർമാനമായി ചിന്തിക്കേണ്ടതായ വലിയൊരു പഠന വിഷയം ഏതാനും മിനിറ്റുകൾ ഒരു ചെറിയ ടൈറ്റിൽ എന്നപോലെ പറഞ്ഞ് ഈ വിഷയത്തെ ഉപസംഹരിക്കുന്നു. കാരണം ഓരോ VCDയിലും അത്രയും ലിമിറ്റഡ് ടൈമിനകത്തെ ഇത് ഒതുക്കുവാൻ കഴിയുകയുള്ളൂ. ഇവിടെ 4-ാം അധ്യായത്തിൽ ഇവിടേക്ക് കയറി വരിക എന്ന കർത്തർ കാഹളമുണ്ടാകുന്നു, കർത്താവിൻ്റെ അടുക്കിലേക്ക് പറന്നു പോകുന്നു. അത് ഇവിടെ ശ്രദ്ധിക്കൂ. ഇവിടുത്തെ ശബ്ദമുണ്ടാകുന്നു. കർത്താവിൻ്റെ അടുക്കലായിരിക്കുന്ന വിശുദ്ധന്മാരുടെ ആത്മാക്കൾ നേരെ അവർ വന്ന് അവരുടെ ശരീരം എവിടെയാണോ ആ ശരീരത്തിൽ വന്ന് തേജസ്സിൻ്റെ പുത്രന്മാരായി ചടുചടാന്ന് ഉയർത്തി നിൽക്കുന്നു.
ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ അഥവാ സഭ, നമ്മൾ തേജസ്സിന്റെ പുത്രന്മാരായി രൂപാന്തരപ്പെട്ട് അവനെ എതിരേൽക്കുന്നു. ഈ മരിച്ചവരുടെ ഉയർത്തെഴുപ്പും ജീവനോടെ ഇരിക്കുന്നവരുടെ രൂപാന്തരവുമാണ് ദൈവസഭയുടെ അടിസ്ഥാന മർമ്മം. അതാണ് പുനരുത്ഥാനത്തിന്റെ മർമ്മം എന്ന് പറയുന്നത്. പ്രൈസല്ലോ. അങ്ങനെയുള്ളതായ ഒരു നാളാണ് നമ്മുടെ പ്രത്യാശ ദിവസം. അതിലേക്ക് വേണ്ടി നാം ഒരുക്കിയിരിക്കുക. ഇനി അടുത്തൊരു കാര്യമുണ്ട്. സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ടാൽ അതോടെ അവസാനിച്ചോ? ഇല്ല. അവിടെ കടന്നു പോകുമ്പോൾ കാണുന്ന കാഴ്ച 4-ാം അധ്യായത്തിന്റെ താഴ്ന്ന ഭാഗത്ത് 2-3 വാക്യങ്ങൾ വായിക്കുന്നു. ഇവിടെ കയറി വരിക, നമ്മൾ സ്വർഗത്തിലേക്ക് കയറി ചെന്നു. ഉടനെ ഞാൻ ആത്മവിശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. സ്വർഗസ്ഥലങ്ങൾ എല്ലാ വിശദീകരണവും ചിത്രത്തിൽ കൂടെ ഇവിടെ വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും സ്വർഗത്തിൽ പോയപ്പോൾ പിതാവായ ദൈവം അവിടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. പിന്നെ ഉടനെ ഞാൻ സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നത് സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുകയാണ്. അവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ എന്ന് പറഞ്ഞ് കാണുന്നു. എന്താണ് സൂര്യകാന്തം എന്ന് പറഞ്ഞ അത്യുച്ചല വെണ്മ പരത്തുന്നായ വെണ്മയാണ്. പ്രകാശത്തിന്റെ മേൽ പ്രകാശം, തേജസ്സിന്മേൽ തേജസ് എന്നുള്ള അർത്ഥത്തിലാണ് സൂര്യകാന്തത്തിന്റെ പ്രകാശം. വെണ്മയാണ്. അത് പത്മരാഗം എന്ന് പറഞ്ഞാൽ ചുവന്ന രശ്മിയാണ്. മഞ്ഞയും ഓറഞ്ചും ചുവപ്പും വെള്ളയും സമ്മിശ്രമായ സ്വർഗീയ ചൈതന്യത്തിന് പ്രത്യേകമായ ഒരു വെണ്മയാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ വെണ്മയും ചുവപ്പും ഇടകലർന്ന പ്രകാശത്തോടുകൂടിയ ഒരുവൻ ഇതാ സിംഹാസനിരിക്കുന്നു. ആരാണെന്നറിയാമോ? ഈ മുഴു പ്രപഞ്ചത്തിന്റെ ഈ സൃഷ്ടികർത്താവായ ദൈവമാണ് സിംഹാസനിരിക്കുന്നത്. അത് പിതാവായ ദൈവവും പുത്രനായ ക്രിസ്തുവും കാഴ്ചയ്ക്ക് ഒരുപോലെയാണ്. അവിടെ ഇതാ 10,000 അതിശ്രേഷ്ഠനായ കർത്താവ് സിംഹാസനത്തിൽ ഇരിക്കുന്നു. കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശ്യമായ ഒരു പച്ചവല്ല് സിംഹാസനത്തിന് ചുറ്റുമുണ്ട്. പിന്നെ ദൂതസംഘങ്ങളെയും 24 മൂപ്പന്മാരുടെയും പിന്നെ 1000-1000-ആയും 10,000-10,000-ആയി സിംഹാസന ചുറ്റും നിൽക്കുന്ന സേവകാത്മാക്കളായ ദൂതന്മാരെയും ഇവരുടെ നടുവിൽ മറ്റു പല കെരൂബുകൾ, സേറാബുകൾ, സേവകാത്മാക്കളാകുന്ന ദൂതന്മാർ, അവരുടെയും നടുവിൽ മധ്യഭാഗത്തായി ക്രിസ്തു പിതാവിന്റെ അടുക്കൽ തേജസ്സിന്റെ പുത്രനായി കണ്ടാൽ 1-ാം അധ്യായത്തിൽ 13-ാം വാക്യം മുതൽ വിവരിച്ചതുപോലെ തേജോമനായ ക്രിസ്തു ആയിരിക്കുന്നു. അവന്റെ മുഖപ്രസാദത്തിൽ മഹാസന്തോഷത്തോട് അവന്റെ സഭ എക്ലീഷ്യ ആയിരിക്കുന്നു. എക്ലീഷ്യ കോടാനുകോടി ഭക്തന്മാരുടെ സംഘമാണ്. ആ സംഘം അവിടെ ഏലിയാവുണ്ട്, മോശയുണ്ട്, ദാവീദുണ്ട്, അപ്പോസ്തലനായ പൗലോസുണ്ട്, യോഹന്നാനുണ്ട്, രക്തസാക്ഷികളായിട്ടുള്ളവരുണ്ട്, ക്രിസ്തു നിദ്ര പ്രാപിച്ചിട്ടുള്ളവരും ഇന്ന് നമ്മെപ്പോലെ ജീവനോടെ ശേഷിക്കുന്നവരായ ഒരു വലിയ കൂട്ടം ആളുകൾ തേജസ്കരണം പ്രാപിച്ചവരായി അവന്റെ സിംഹാസനം ചുറ്റും തേജസ്സിന്റെ വസ്ത്രമാകുന്ന നിലയങ്കി ധരിച്ചുകൊണ്ട് വീണ്ടെടുപ്പിന് അർത്ഥമാകുന്ന പൊൻകിരീടം ചൂടിക്കൊണ്ട് പ്രതിഫലത്തിനായി നിൽക്കുന്നു. ആ പ്രതിഫലത്തിനായി നിൽക്കുന്ന നിൽപ്പോടുകൂടെ 4-ാം അധ്യായത്തിലെ പഠനം തുടരുന്നു. അങ്ങനെ 4-5 അധ്യായത്തിൽ സ്വർഗത്തിൽ അവർക്കുള്ള മാന്യമായ പ്രതിഫലം വാങ്ങുന്നതായ നാളുകൾ, പ്രതിഫലം അങ്ങനെ 7 വർഷം തുടർന്നു. 7 വർഷം പ്രതിഫലവുമായി കർത്താവുമായി ഒരുമിച്ചായിരിക്കുമ്പോൾ ആ 7 വർഷം ഭൂമിയിൽ ലോകത്തിൽ ഇന്നുവരെ ഈ സംഭവിച്ചിട്ടില്ലാത്തതും ഇനി മേലാൽ സംഭവിക്കാത്തതുമായ വലിയ ഘട്ടം ഉണ്ടാകും. അതാണ് മഹോപദ്രവം, അല്ലെങ്കിൽ മഹാപീഡനം, അതുമല്ലെങ്കിൽ യാക്കോബിന്റെ ഘട്ടകാലം, അതുമല്ലെങ്കിൽ ദ ഗ്രേറ്റ് ട്രിബുലേഷൻ പീരീഡ് എന്ന് പറയുന്ന ആ നാളുകൾ ആരംഭിക്കും. ആ വിഷയം നമുക്ക് 4-ാം വോളിയം VCDയിൽ മഹോപദ്രവം എന്ന ടൈറ്റിലോടുകൂടെ പഠനം തുടരുന്നു. ഇവിടുത്തെ ഈ പ്രത്യാശ മർമ്മത്തോടുകൂടെ ഈ പഠനം ഇവിടെ ഉപസംഹരിക്കുന്നു. എങ്കിലും ഒരു വിഷയം കൂടെ ഞാൻ വേഗത്തിൽ പറഞ്ഞു വിടട്ടെ. അവിടെ എത്തുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ മാന്യമായ പ്രതിഫലം ലഭിക്കും. 1 ജീവകിരീടം, ക്രൗൺ ഓഫ് ലൈഫ്. അത് യാക്കോബിന്റെ ലേഖനം 1:12, വെളിപ്പാട് 12:10 തുടങ്ങിയതായ പല റെഫറൻസുകൾ നമുക്കുണ്ട്. അത് ദൈവഭക്തന്മാർ പ്രാപിക്കുന്ന കിരീടങ്ങളിൽ, അവകാശങ്ങളിൽ, പദവികൾ ഒന്നാണ്. 2 പ്രശംസാ കിരീടം, ക്രൗൺ ഓഫ് റിജോയ്സിംഗ്. 3 വാടാത്ത കിരീടം, ദ ക്രൗൺ ഓഫ് ഇൻപെരിഷബിൾ. 4 നീതിയുടെ കിരീടം, ദ ക്രൗൺ ഓഫ് റൈറ്റസ്നെസ്. 5 തേജസ്സിന് വാടാത്ത കിരീടം, ദ ക്രൗൺ ഓഫ് ഗ്ലോറി. ഇങ്ങനെ വിവിധ കിരീടങ്ങൾ ഇവിടെ വെച്ച് ലഭിക്കും. ഈ കിരീടങ്ങൾ എന്ന് പറയുമ്പോൾ കേവലം ഒരു രൂപാലങ്കാരം പോലെ, കേൾവി കഥ പോലെ കേട്ടുവിടുവാനുള്ളതല്ല. ഞാൻ ഒരു മർമ്മം പറയാം. ഇന്ന് ഈ ഭൂമിയിൽ ഡിഫൻസ് മേഖലകളിൽ, ആർമിയിലോ നേവിയിലോ എയർഫോഴ്സിലോ എവിടെയെങ്കിലും ഈ ഭൂമിയിൽ ഒരു രാജ്യത്ത് സേവിക്കുന്നതായ ആ സൈനികൻ അവൻ്റെ ഡ്യൂട്ടി സമയം വീരമൃത്യു വരിച്ചാൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഗവൺമെൻറ്റിൻ്റെ ആ പൂർണ്ണ ബഹുമതിയോടുകൂടെ ആ ശരീരത്തെ, ശവശരീരത്തെ പേടകത്തിൽ
പ്ലെയിനിൽ കയറ്റി അതാത് സ്ഥലത്തെത്തിക്കുകയും ഗവൺമെന്റിന്റെ പൂർണ്ണ ഉത്തരവോടും ചെലവോടും കൂടെ ബഹുമാന പുരസ്സരം ആ ശരീരത്തെ സംസ്കരിക്കുകയും ചെയ്യുന്നു. തീർന്നില്ല, ആ വ്യക്തിയുടെ ഭാര്യയ്ക്കോ, ഭാര്യയില്ലെങ്കിൽ പിതാവിനോ, പിതാവില്ലെങ്കിൽ ഭാര്യയില്ലെങ്കിൽ മക്കളോ, ആരെങ്കിലും ഏറ്റവും അടുത്ത ബന്ധുവായിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? അവർ ഈ ചടങ്ങെല്ലാം മരണത്തോടുകൂടി ഇതെല്ലാം അവസാനിച്ചിട്ട് മടങ്ങിപ്പോവുകയല്ല. ആ വ്യക്തിക്ക് ന്യായമായി കൊടുക്കേണ്ടതായ അവാർഡുകൾ, ഒന്നേ അത് വീരചക്രയോ അശോക ചക്രയോ എന്ന് പറയും പോലെ പരമോന്നത ബഹുമതികളിൽ ഏതെങ്കിലും ഒന്നോ, അല്ലെങ്കിൽ പണപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഉപകാരമോ കൊടുത്ത് അവരെ ബഹുമാന പുരസ്സരം ബഹുമാനിച്ചിട്ട് മാത്രമേ പോവുകയുള്ളൂ. ഞാൻ ഒരു കാര്യം, ഒരു മർമ്മം പറയട്ടെ. ദൈവഭക്തന്മാർ ഭൂമിയിൽ നിന്ന് കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു പോകുമ്പോൾ ഇവിടെ ഒരു ചെറു വിരലെങ്കിലും അടക്കി അവന് വേണ്ടി അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിന്റെ വേലയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, സാക്ഷിയായിട്ടുണ്ടെങ്കിൽ, അതിന് തക്കതായ പ്രതിഫലം അവിടെ നിന്ന് ഓരോന്നോരോന്നായി ലഭിക്കുമ്പോഴായ അവകാശങ്ങളെക്കുറിച്ച് മറ്റ് 18 കൂട്ടം വിഷയങ്ങൾ വേറെയും പറയുന്നുണ്ട്. ഇതിൽ പലതും ഓരോ ഭക്തന്മാർ പ്രാപിക്കും. ഇവിടെ ഒന്ന് ലഭിക്കുകയല്ലോ എന്നോർത്ത് ഭക്തിയോടെ ജീവിച്ചതായ ഒരു പാപം വിശ്വാസിയായിരിക്കാം വലിയ പ്രതിഫലം അവിടെ നിന്ന് വാങ്ങുന്നത്. ഇവിടെ വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന് വീരവാദം മുഴക്കുന്ന ഒരു വ്യക്തിക്ക് ഒരുപക്ഷെ അവിടെ നിന്ന് ഒന്നും കിട്ടിയില്ല എന്ന് വന്നേക്കാം. ഇതെല്ലാം വ്യക്തിപരമായി അവനവന്റെ മനസാക്ഷിയിൽ ഇവിടെ ആയിരിക്കുമ്പോൾ തീരുമാനിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതുമായ ഒരു കാര്യം. അതുകൊണ്ടാണ് ലവോദിക്ക സഭയുടെ ദൂത് അവസാനിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞത്: നീ ജാഗ്രതയോടെ ഇരിക്കുക, മാനസാന്തരപ്പെടുക, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, എന്റെ വരവിന് വേണ്ടി എടുക്കപ്പെടുവാനും പ്രതിഫലം വാങ്ങുവാനും നീ അർഹനാണോ? നീ നിന്നെ തന്നെ ജാഗ്രതയോടുകൂടെ കാത്തുകൊള്ളുക എന്ന് ദൂതോട് പറയേണ്ട കാര്യം ഇതാണ്. ഇവിടെ കർത്താവ് വരും, അവന്റെ ഭക്തന്മാർ, അവനുള്ളവർ അവന്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ എന്നുകൂടെ ഒരു വാക്ക് പറഞ്ഞ് എൻ്റെ ഈ വിഷയത്തിന്റെ പഠനം ഇവിടെ ഞാൻ ഉപസംഹരിക്കുന്നു.